ഇവിടെ കൂടിയിരിക്കുന്നത് ഈ ബയോട്ടോറിയം മാഗ്നറ്റോതെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിനകത്ത് പുതിയ ആളുകളും ഉണ്ടായിരിക്കാം. അപ്പോ പുതിയ ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ റിസൾട്ടുകൾ വന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഞാനും ഇതിനകത്ത് നിങ്ങളെ പോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ഒരു 3 വർഷം ആയി ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്നു. അപ്പൊ അത് ഞാൻ മാത്രം എന്റെ വീട്ടിൽ മാത്രം ഉപയോഗിച്ച റിസൾട്ട് മാത്രമേ പറയുന്നുള്ളൂ, അതിനുള്ള ടൈം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയുടെ ശാരീരിക അസ്വസ്ഥത കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ കാരണം. അനേകം ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ നടത്തിയതാണ്, എന്നിട്ടൊന്നും നമുക്ക് ആരോഗ്യപരമായിട്ടൊരു മെച്ചമുണ്ടായിരുന്നില്ല. ആരോഗ്യം നശിച്ചുകൊണ്ട് വേദനയും പരത്തങ്ങളും ഉറക്കമില്ലായ്മയൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങി എന്നെ ഇത് പരിചയപ്പെടുത്തിയത് നമ്മുടെ ബഹുമാന്യനായ അലി മുഹമ്മദ് സാറാണ്. അപ്പോ അദ്ദേഹം ഇതെന്നെ പരിചയപ്പെടുത്തി. ഞാൻ ആദ്യമൊക്കെ ഒന്ന് വിസമ്മതിച്ചു. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇത്രയും ഹോസ്പിറ്റലും ചികിത്സയും സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതുകൊണ്ട് നമ്മുടെ രോഗം മാറുമോ, ഇതൊക്കെ വെറുതെ അല്ലേ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുകയും ആ മനസ്സിലാക്കിയതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ സമീപിച്ചു. ഒരു പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചു. എനിക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് മേടിച്ചു ഉപയോഗിച്ച അന്ന് തന്നെ എനിക്ക് എന്റെ റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. എന്റെ ഭാര്യ നല്ല ഉറക്കക്കുറവുണ്ടായിരുന്നു, ഉറക്കമുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇത് ഉപയോഗിച്ച അന്ന് നല്ലൊരു ഉറക്കം കിട്ടി എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതായത് ഒരു മനുഷ്യന് ഉറക്കം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഇതുകൊണ്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങളിത് തുടർന്ന് ഉപയോഗിച്ചു. അതിന്റെ റിസൾട്ടുകൾ ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 25 വർഷം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കമ്പനി നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത് മനോജ് സാർ വഴി. ഞാൻ കൂടുതലൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. രണ്ടാമതായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മൂത്രത്തിന്റെ കംപ്ലൈന്റ്. ആണുങ്ങൾക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം. അത് അപ്പോ ഈ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതായത് പുറത്തു പറയാത്തൊരു അസുഖം എന്നുള്ളതാണ് ഈ പോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം എന്നുള്ളൊരു അസുഖം. അതായത് മൂത്രം മുള്ളിയാൽ തീരില്ല. മൂത്രം പിന്നീട് നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ടേയിരിക്കും, 1-2 തുള്ളി പോകുന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. ഹോമിയോ ആണ് കഴിച്ചിരുന്നത്. എല്ലാവരുടെ അഭിപ്രായത്തിൽ ഹോമിയോ കഴിക്കാൻ പറഞ്ഞു, ഹോമിയോ കഴിച്ചിരുന്നു. പക്ഷെ എനിക്ക് അതുകൊണ്ടൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ അസുഖങ്ങൾ തുടർന്നുകൊണ്ടേ ഇരുന്നിരുന്നു. പക്ഷെ ഈ ബയോട്ടോറിയം മേടിച്ച് വൈഫിന് വേണ്ടി മേടിച്ച് ഉപയോഗിച്ച് ഞാനും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം മറന്നുപോയി. എനിക്ക് അങ്ങനെ അസുഖം ഇല്ല എന്നുള്ളതാണ് എനിക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോ ഇതാണ് എന്റെ വീട്ടിൽ എനിക്കും എന്റെ വൈഫിനും കിട്ടിയിട്ടുള്ള റിസൾട്ട്. മറ്റുള്ളൊന്നും പറയാനായിട്ട് നേരമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് എന്റെ റിസൾട്ട്. അപ്പൊ എനിക്കിത് എന്റെ ഒരു ജീവനാണെന്നുള്ളതാണ്. എന്റെ രണ്ടാമത്തെ ഒരു ഈശ്വരൻ, എനിക്കൊരു ഈശ്വരനുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഈശ്വരനാണ് എനിക്ക് ഈ ബയോട്ടോറിയം എന്ന് വിശ്വസിച്ച് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അനേക ആളുകൾക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഇതിനകത്ത് നിന്ന് ഓരോ ദിവസവും ഓരോരുത്തരുടെ വാക്കുകൾ കേട്ട് പഠിച്ചിട്ടാണ് നിങ്ങളോടൊക്കെ ഈ വേദിയിൽ ഞാൻ ക്ലാസ് എടുക്കാറ്. ഇനിയും എനിക്ക് അതിന് അവസരം ഉണ്ട് എന്ന് ഞാൻ 100% വിശ്വസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എന്റെ പേര് രാജാമണി. ഞാൻ കോഴിക്കോട് പൊക്കുന്നിലാണ്. എന്റെ അഡ്മിൻ സത്യൻ സാറാണ്. ഞാനൊരു നേഴ്സിംഗ് കോളേജ് പഠിപ്പിക്കുന്ന കോളേജിലെ അറ്റൻഡർ ആണ്. എനിക്ക് ഒരു 2 ആഴ്ച മുന്നേ ഉണ്ടായ ഒരു അനുഭവമാണ്. എനിക്ക് എന്റെ വലതുഭാഗം മൂർത്താവുന്ന ഒരു തരിപ്പ് പോലെ വന്ന് ഞാൻ ഈ വാട്ടർ എനർജി പാഡ് വെച്ച് കുറെ നേരം ഇരുന്നപ്പോ അത് എനിക്ക് സുഖമായി. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തലേന്റെ സൈഡിൽ നിന്ന് തന്നെ വലത്തുഭാഗത്തു നിന്ന് ഒരു തരിപ്പ്, കൈക്ക് തരിപ്പ്, കാലിന്റെ അടി മുതൽ തരിപ്പ് വന്നപ്പോ എനിക്ക് ഏകദേശം ഉറപ്പായി എനിക്ക് സ്ട്രോക്ക് വരികയാണോ എന്നുള്ളത്. അങ്ങനെ ഞാൻ അന്ന് മുഴുവൻ, എനിക്ക് ഒരിക്കലും മരുന്ന് കുടിക്കാനോ ഒരു ഡോക്ടറെ അടുത്ത് പോകാനോ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. ഇനി അഥവാ ഗുളിക കൊണ്ടുവന്നാല് ഞാൻ 2 ദിവസമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടുകാർ പോലും അറിയില്ല. അപ്പൊ ഇത് ഞാൻ ആരടുത്തും പറഞ്ഞില്ല. പിന്നെ പിറ്റേന്ന് എനിക്ക് തോന്നുകയാണ് ഞാൻ ഈ വാട്ടർ എനർജി പാഡ് വെച്ചിട്ട് ബക്കറ്റിൽ വെള്ളം വെച്ച് അതിൽ 1/2 മണിക്കൂർ കഴിഞ്ഞൊന്ന് കുളിച്ചു നോക്കിയാലോന്ന്. ഞാനത് അങ്ങനെ വെച്ച് 1 മണിക്കൂർ നേരം വെച്ച് അതുകൊണ്ട് കുളിച്ചപ്പോ എനിക്ക് ഇന്ന് വരെ ഞാൻ അതുകൊണ്ടാണ് കുളിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു അസുഖേ ഇല്ല. ഇപ്പൊ പിന്നെന്ന് പറഞ്ഞാല് ഞാൻ ഈ നഴ്സിംഗ് കോളേജിൽ എന്ന് പറഞ്ഞാല് 3 നില ഉണ്ട്. ഈ 3 നിലയൊക്കെ എനിക്ക് 57 വയസ്സായി.
ഈ 3 നിലയൊക്കെ ഞാൻ ഒരു ദിവസം 10 പ്രാവശ്യമൊക്കെ കയറി വന്ന അവിടെ 15ഓളം സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫ് ഞാൻ അവിടെ ഇരുന്നാൽ എന്തേ ചേച്ചിയെ ചോദിച്ചാൽ ഞാൻ പറയും അല്ല ഞാൻ ഇരിക്കന്നെ. അയ്യോ ചേച്ചി അങ്ങനെ ഇരിക്കല്, ചേച്ചീന്റെ എനർജിയാ ഞങ്ങളെ എനർജിന്ന്. ഇന്നും ഞാൻ ഇത് ഉപയോഗിക്കാൻ എനിക്ക് എന്റെ അടുത്തുനിന്ന് വാങ്ങിയ ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കുളിച്ചാല് ഒരു പ്രത്യേക എനർജി ഉണ്ടാവുന്നു. അതിന്റെ ശേഷം ഞാൻ അങ്ങനെ തന്നെയാണ് കുളിക്കുന്നത്. എനിക്കിത് അത്രയും വിശ്വാസമുള്ള ഒരു ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് വീട്ടിലെ പണിയും കഴിക്കണം, പോവും വേണം. എന്നാൽ എനിക്കൊരു ക്ഷീണം ഒന്നുമില്ല. പക്ഷെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാതെ അങ്ങോട്ട് കഴിയലില്ല. എന്നാലും ശനി ഞായറുള്ള സമയത്തൊക്കെ ഞാൻ പോവലുണ്ട്. ഓക്കെ, താങ്ക് യു രാജമണി മേഡം. അതായത് ഈ തരിപ്പ് എന്ന് പറയുമ്പോ നമ്മൾ ഇന്നും ഞാൻ ഒരാളെ കണ്ടു, തരിപ്പുള്ള ഒരു വ്യക്തിനെ 6 മാസം മുമ്പ് 8 മാസം മുമ്പൊക്കെ കണ്ട വ്യക്തി തന്നെയാണ്. ഈ തരിപ്പ് എന്ന് പറഞ്ഞപ്പോൾ പറയാൻ കാരണം അദ്ദേഹത്തിന് ഇപ്പം തരിപ്പുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് നരമ്പിന്റെ ഉള്ളിൽ വെള്ളമുള്ളൂ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഞാനത് കേട്ടപ്പോ ചിരിച്ചു, വേറെ ഒന്നും പറയാൻ നിന്നില്ല. രാവിലെ തന്നെ 4 മണിക്ക് ചായക്കടയിൽ ചെന്നിട്ട് നമ്മള് ഇത് പറയുന്നത് ശരിയല്ല എന്ന് വെച്ചിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോ ഈ തരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് സർക്കുലേഷൻ പ്രോപ്പർ അല്ല, അതായത് ബ്ലഡിൽ ഓക്സിജൻ ഇല്ലായ്മയാണ് നമ്മുടെ മെയിൻ പ്രശ്നം. അതിനാണ് നമ്മൾ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമ്മൾ കുടിക്കുന്നത്, ഈ സർക്കുലേഷൻ പ്രോപ്പർ ആകാനായിട്ട്. അപ്പോ ഈ സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ നമ്മുടെ തരിപ്പും ബ്ലോക്കും പ്രശ്നം 100% സാധിച്ചിട്ട് ആയതുകൊണ്ട് രാജമണിമേടാണ് ആദ്യമായിട്ട് റിസൾട്ട് പറഞ്ഞത്. ഇന്നത്തെ കൈനീട്ടം വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ വെൽക്കം. എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പേര് പറഞ്ഞത് സാറിന്റെ പേര് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? ഞാന് മലപ്പുറം ചമ്മാട് അടുത്താണ് അബൂബക്കർ മുല്ലക്കോയ എന്ന പേര്. കുറേ ദിവസമായി നമ്മളെ പ്രൊഡക്റ്റുമായി യൂസ് ചെയ്ത് വന്ന ആളാണ്. ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ശക്തമായ പല്ലുവേദന ഉണ്ടായി. അപ്പൊ ഞാന് നമ്മളെ റെസ്റ്റോറന്റ് എടുത്തിട്ട് തലയിൽ ഒരു 2 മണിക്കൂർ കെട്ടി. ആ പല്ലുവേദന അന്ന് അതിന് ശേഷം നേരം എടുത്തപ്പോൾ പോയി. ഇതുവരെ ആ പല്ലുവേദന ഉണ്ടായിട്ടില്ല. ഇവിടെ അടുത്ത കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവമാണ്. അതേപ്രകാരം എൻ്റെ ഒരു സഹോദരിക്ക് വളരെ പ്രയാസപ്പെട്ട രോഗമുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. അത് അൽഹംദുലില്ലാ ഓക്സിജന്റെ പ്രശ്നം, അതുപോലെ പല ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വളരെ സുഖമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ അവർക്ക് എൻ്റെ ഈ ബെഡും ഒക്കെ അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുക. ഇതിന് പകരം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ താങ്ക് യു മുല്ലക്കോയ തങ്ങൾ. അത്ഭുതകരമായ, അതായത് മെഡിക്കൽ സയൻസ് വരെ മലക്കം മറിഞ്ഞു നോക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ളതാണ് നമ്മുടെ ബയോട്ടോറിയം പ്രോഡക്റ്റ്. അപ്പോ അതാണ് ഈ പ്രോഡക്റ്റിന്റെ മിറാക്കല്. അപ്പോ സാറിന് ഒരു വിത്തലൂട്ട് KBCയുടെ പേരിൽ നൽകുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത വ്യക്തികൾ. ഗുഡ് മോർണിംഗ്. ചെറിയൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അപ്പൊ ആക്സിഡന്റ് പറ്റിയ സമയത്ത് എന്റെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു സാറേ. അപ്പൊ ആശുപത്രിയിൽ വരുമ്പോ ഇവര് നോക്കുന്നത് ഒന്ന് ഷുഗർ നോക്കും, BP നോക്കും, കൊളസ്ട്രോൾ ഒക്കെ നോക്കും. അപ്പൊ എന്റെ BP 148 ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകും, മറ്റൊന്ന് ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും, കൂടാതെ റേഡിയേഷൻ ഒക്കെ എടുക്കും അല്ലെ. അപ്പൊ അതിന് ഒരു ഉദാഹരണമാണ് ഇവിടെ വന്നപ്പോ തൊട്ട് ഇപ്പോഴും അന്നേരം എല്ലാം എന്റെ BPക്ക് യാതൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം പിന്നെ ഓക്സിജൻ ലെവല് 60-ലേക്ക് താഴോട്ട് വരുമായിരുന്നു. അതൊരു മാസം ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഓക്സിജൻ ലെവല് 72, 75, 78 വരെയൊക്കെ വരാൻ തുടങ്ങി. ഇപ്പൊ അതിന് കംപ്ലൈന്റ് ഇല്ല. ഓക്സിജൻ ലെവല് ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടേത്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു, അത് ഇപ്പൊ 2 ദിവസം കൊണ്ട് ഓക്കെ ആയിക്കോളും. നമ്മുടെ വെള്ളം, അതായത് മാഗ്നറ്റൈസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ലെവലിനെ കറക്റ്റ് ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വസ്തുവാണെന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അതാണ് അത്രയും റിസൾട്ട് വരാൻ കാരണം. പക്ഷെ റിസൾട്ട് അത് പോരാ. എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ 16 മിനിറ്റ് കൊണ്ട് 82-ൽ നിന്ന് 97-ലേക്ക് വന്ന സമയത്താണ് ഡോക്ടർ അതിശയിച്ചു പോയത്. പ്രഗത്ഭമായിട്ടുള്ള ഹോസ്പിറ്റൽ ഡോക്ടർ അതിശയിച്ചു പോയി എന്നുള്ളതാണ്. ആ ഡോക്ടറുമായിട്ട് ഞാനിപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവരൊന്നും ഇങ്ങനെ വഴങ്ങിയിട്ടില്ല. അവർ 2 PG ഉള്ള ഒരു വ്യക്തിയാണ്. അവർക്കൊക്കെ വഴങ്ങാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ ബയോട്ടോറിയം പ്രൊഡക്റ്റിന്റെ മഹാത്മ്യം നമുക്ക്
ഇത് പറഞ്ഞാൽ തീരില്ല എന്നുള്ളതാണ്. അപ്പൊ പുഷ്കർ സാറേ ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, അടുത്ത ആള്. 2.5 വർഷമായിട്ട് ഞാൻ പ്രോഡക്റ്റ് ഉപയോഗിച്ച് യൂസ് ചെയ്ത് എനിക്ക് ഏകദേശം ഞാൻ 500 ആൾക്കാർക്ക് പ്രോഡക്റ്റ് കൊടുത്ത് ഈ നിമിഷം ഒരാളും ഈ പ്രോഡക്റ്റ് മോശമെന്ന് പറയാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. ഇത് കൊടുത്തിട്ട് എനിക്ക് ഒരു ഗുണവുമില്ല എന്ന് എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് വളരെ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ 2.5 വർഷം മുമ്പ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരുപാട് ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്ന ആളാണ്, ആൾക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് പറഞ്ഞു. പക്ഷെ പുള്ളിനെ ഞാൻ കഴിഞ്ഞ 1 മാസം മുമ്പ് ഒന്ന് പെരുമ്പാവൂർ മീറ്റിങ്ങിൽ കൊണ്ടുവരാനായിട്ട് നിർബന്ധിച്ച വഴിയിൽ വെച്ച് കണ്ടപ്പോ വണ്ടി കയറ്റി കൊണ്ടുപോയി അങ്ങനെ മീറ്റിംഗ് കേൾപ്പിച്ച് അന്ന് പുള്ളിക്ക് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഏകദേശം 1 മാസമായുള്ളൂ. കഴിഞ്ഞ വ്യാഴാഴ്ച പെരുമ്പാവൂർ വന്നിട്ട് പുള്ളി പറഞ്ഞ റിസൾട്ടുകൾ കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പുള്ളിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഉറക്കം ഉണ്ടായിട്ട് 5-8 കൊല്ലമായിട്ട് ഉറക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ കൈയുടെ വിരലുകൾ വളയില്ലായിരുന്നു, അത് നിവർന്ന് കിട്ടി. ഇപ്പൊ പുള്ളിക്ക് ഭയങ്കര ശക്തിയായി എന്നാ പറഞ്ഞത്, ശക്തിമാനായി എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. 25 വർഷമായിട്ട് ഇൻഷുറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നമ്മളൊക്കെ നിങ്ങളും ഞാനും ഒക്കെ ഇപ്പൊ അതിൽ നിന്ന് മാറിക്കൊണ്ട് വെൽനസ് കോച്ച് അല്ലെങ്കിൽ വെൽനസ് അഡ്വൈസർമാര്, നമുക്ക് ഡോക്ടറെ അടുത്തും എഞ്ചിനീയർസും ഏത് ജഡ്ജിയുടെ അടുത്ത് വരെ നമുക്ക് പോയി സംസാരിക്കാം. കാരണം നമുക്കുള്ള അറിവ് അവർക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കഴിവും നമ്മുടെ പ്രൊഡക്റ്റിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവരോട് പറയുക. ബിസിനസ്സും വരുമാനമൊക്കെ നാളെ വരും. പക്ഷെ നമ്മൾ പറയാൻ തയ്യാറാവുക. പ്രൊഡക്റ്റ് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ 1 ദിവസം നേരത്തെയും പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ബൈറ്റോർസിന് നന്ദി പറഞ്ഞുകൊണ്ടും സാഗർ ജോഷി സാറിന് സ്പെഷ്യൽ അഭിനന്ദനം കൊടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു. അതാണ് ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വല്ലാത്ത സംഭവമാണ്. ഇപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ, നമ്മളാരും സാധാരണക്കാരല്ല, നമ്മളാരും സാധാരണക്കാരായിട്ട് ജനിച്ചു പോയെന്നുള്ളൂ. പക്ഷെ ബയോട്ടോറിയത്തിൽ നമ്മളെല്ലാവരും പുലികളാണെന്നുള്ളതാണ് ഇരിക്കുന്നത്. എല്ലാവരും, ഒരാൾ മോശക്കാരില്ല. അപ്പൊ ബയോട്ടോറിയം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് ദൈവം അറിഞ്ഞുകൊണ്ടാണ് സാഗർ ജോഷി സാറിനെ സൃഷ്ടിച്ചിറക്കിയതും അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ ഇത് ഉരുത്തിരിയാനും ഇത് ഉണ്ടാക്കാനും ഇത് രാജ്യത്തേക്ക് ഇത് ഇറക്കാനും രാജ്യത്തുള്ള ലോകത്തുള്ള ആളുകളുടെ ആരോഗ്യം പരിപാലിക്കാനും എന്താണ് വേറൊരു മാർഗമുള്ളത്? അപ്പോ ഏറ്റവും നല്ല നമുക്ക് നമ്മുടെ ജീവൻ, ദൈവം തന്നിട്ടുള്ള ആയുസ് നമുക്ക് സുഖമായിട്ട് ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ 100 ആളെ നോക്കിക്കോ, 80 ആളും കാലുവേദനയും തരിപ്പും കഴപ്പും കഴുത്തിൽ വെൽത്തൂടി നടക്കുന്ന ആളുകളാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് ഒരാരും മരുന്ന് കഴിക്കാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ അത് നേരെ നടക്കാത്തത്. ആവശ്യമുള്ള സാധനം, ശരീരത്തിന് ആവശ്യമുള്ള സാധനം കിട്ടാത്തതിന്റെ പേരിലാണ്. ആ സാധനമാണ് നമ്മളെ പോലുള്ള ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളാരും ഡോക്ടർമാരും വൈദ്യന്മാരായിട്ടൊന്നുമല്ല, നമ്മ വെൽനസ് അഡ്വൈസർമാരാണ്. നമുക്ക് വെൽനസിനെ പറ്റി നല്ല പരിജ്ഞാനമുണ്ട്. അത് ഡോക്ടർമാർക്ക് ഉണ്ടാവൂല, അവർ പഠിച്ചത് നമുക്കും ഉണ്ടാവില്ല അറിവ്. അപ്പോ ഇതാണ് ഞങ്ങൾ പ്രൊഫഷണൽ മിറാക്കല്. അപ്പോ സാറിനൊരു വിക്സലോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ആളിലേക്ക് കടക്കുകയാണ്. അടുത്ത ആള് വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ കിടപ്പ് രോഗിയായിരുന്നു, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. ഒരാൾ എന്നെ ഇത് ക്ഷണിച്ച് മീറ്റിങ്ങിൽ കഷ്ടപ്പെട്ട് മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുപോവുകയും അതിന് എനിക്ക് ഇതിന്റെ അനുഭവങ്ങൾ തിരിച്ചറിയുകയും ഞാൻ ഉപയോഗിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഇന്ന് വളരെയധികം സുഖമുണ്ട്. വളരെ ശക്തമായി എനിക്ക് അനുഭവപ്പെടുന്നു. വർക്ക് ഞാൻ കൊടുത്ത ഒരാൾക്ക് സ്ട്രോക്ക് മാറി, അയാളുടെ വളരെ ഹാപ്പിയായി ഇപ്പം വളരെ അനുഗ്രഹം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു വെരിക്കോസ് ബാധിച്ച രോഗി വളരെ കഷ്ടപ്പെട്ടിട്ട് അത് ഞാൻ ഇത് പ്രോഡക്റ്റ് കൊടുത്തു. വെരിക്കോസ് വേറൊക്കെ നന്നായി, എനിക്ക് വളരെയധികം താങ്ക്സ്. ഇപ്പൊ ഇങ്ങനെ ഓരോ ഒരു ശ്വാസം മുട്ടുന്നവർക്കും ഈ രക്തവാദം പിടിച്ചവർക്കൊക്കെ നല്ല ഇതുണ്ട്. എന്നെ ഒരാളാണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിലും ഇന്നയാളില്ല. ഇന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് സതീശ് എന്നിവരായ വടകരയുള്ള ഒരാളാണ്. പക്ഷെ അയാൾ എന്നെ വളരെയധികം സഹായിക്കുന്നത് കൊണ്ട് എനിക്ക് ധാരാളം ഈ പ്രവർത്തിക്കാനും
സന്തോഷം അനുഭവിക്കാനും പറ്റുന്നുണ്ട്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ഭാസ്കർ സാറ്. അതായത് ഒരു വല്ലാത്തൊരു സംഭവം എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു തീ വരുന്ന പോലെ തോന്നുന്നു. വേറെ ഒന്നുമല്ല, ഈ കിതപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അസുഖം എന്നുള്ളതാണ്. അതുള്ള ആളുകൾക്ക് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ. അത് ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ജലദോഷം ഇല്ലാതെ സ്ഥിരമായിട്ട് ഈ അസുഖമുള്ള ആളുകളുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. അതിൽ നിന്നൊരു മാറ്റം കിട്ടാന്ന് പറഞ്ഞ മെഡിക്കൽ സയൻസോ മരുന്നോ ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, അതായത് ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം കിട്ടിയെങ്കിലാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഡോക്ടർമാർ തരുന്ന മരുന്ന് എഫക്റ്റ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ചേമ്പരുമ്പലോ പ്ലാസ്റ്റിക് രസമല്ലോ വെള്ളം ഒഴിക്കുമ്പോഴോ ഒഴുകി അങ്ങോട്ട് പോകുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം. എന്ന് വെച്ചിട്ട് മരുന്ന് മോശമെന്നല്ല ഉദ്ദേശിച്ച് ഞാൻ പറയുന്നത്. അതിനകത്ത് ഡോക്ടർമാരുണ്ടായിരിക്കും, മരുന്ന് നല്ലതാണ്. പക്ഷെ മരുന്ന് പിടിക്കണമെങ്കിൽ ശരീരത്തിനകത്ത് ഇമ്മ്യൂണിറ്റി പവറും കൂടി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ആ സംഭവം നടക്കില്ല. അപ്പൊ അതാണ് ഭാസ്കർ സാർ പറഞ്ഞത്. വെരിക്കോസ് ഒക്കെ മാറാനായിട്ട് ഇന്ന് ലോകത്തൊരു മരുന്നില്ല. ഇതല്ലാതെ ഒരു സംഭവമില്ല. ബയോട്ടോറിയം മാഗ്നറ്റിക് തെറാപ്പി അല്ലാത്തൊരു സംഭവമില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കുന്നു. ബിഗ് സല്യൂട്ട് ഭാസ്കർ സാറിന്. അടുത്ത വ്യക്തിക്ക് വരാം. ഹലോ. ഹലോ. മാഡം, വെൽക്കം. വെൽക്കം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അസ്സലാമലൈക്കും. പിന്നെ എന്റെ പേര് സൈനബാണ്. എന്റെ സ്ഥലം കോട്ടക്കലാണ്. ഞാന് ഒരു മരിച്ച വീട്ടിൽ പോയപ്പോ അവിടെ ഒരാളിങ്ങനെ നടക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അവർക്ക് ശരിക്കും നടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചത്. അപ്പൊ എനിക്ക് 4 വർഷമായി ഞാൻ മരുന്ന് ഞാൻ കുടിക്കാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ വേഗം എൻ്റെ ബാഗിൽ പേനയും ബുക്കും ഉണ്ട്. ഞാൻ വേഗം ആയി കഷ്ണം കയറിയിട്ട് എൻ്റെ നമ്പർ എഴുതി കൊടുത്തു, നിങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ട് നാളെ ഇതിലൊന്ന് വിളിക്കുന്ന പറഞ്ഞു. അപ്പൊ മരിച്ച വീട്ടിൽ നമുക്ക് അത്ര ഒന്നും വിശദമായിട്ട് പറയാൻ പറ്റില്ലല്ലോ, നമ്മളൊരു മരിച്ച വീട്ടിൽ വന്നതല്ലേ. അപ്പൊ അങ്ങനെ അതിന്റെ ശേഷം അവരെന്നെ വിളിച്ചു. 4ാമത്തെ ദിവസം അവരെന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മൾ റിലേഷൻസ് ആണത്. അപ്പൊ അവർ പറഞ്ഞ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് സാധനമായിട്ട് ചെല്ലാൻ പറഞ്ഞു. എൻ്റെ സാറുമാർ, ഞാനും യൂസഫ് സാറും മൂസ സാറും ഞാനും കൂടെ പോയി അവർക്ക് സാധനം കൊണ്ടു കൊടുത്ത്. അപ്പോൾ അവർക്ക് ഇത്തിരി പെയിൻ ഉള്ള ആളാണ്, കയ്യും കാലൊക്കെ മൊത്തത്തിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞല്ലോ പെട്ടെന്ന് പെയിനുള്ള ആളുകൾക്ക് ഇത് വിരിക്കരുതെന്ന്. അപ്പൊ അത് എൻ്റെ മനസ്സിൽ വന്നു. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത്, ഇത് വിരിക്കണ്ട, കയ്യിൽ കെട്ടുക, റിസ്റ്റുമായിട്ട് കയ്യിൽ കെട്ടുക, വെള്ളം കുടിക്കുക, ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വിരിച്ച് കിടക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്നാലും അങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞ 4 ദിവസം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അവർക്ക് വിളിക്കും, വെള്ളം കുടിക്കുന്നുണ്ടോ ചോദിച്ചിട്ട്. അപ്പൊ അവർ പറഞ്ഞു എൻ്റെ കൈയിന്റെ വേദന കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു. കൈക്ക് കുറച്ച് വേദന കുറവുണ്ട് പറഞ്ഞു. അതിന്റെ ശേഷം ഞാൻ പിന്നെ വിളിച്ചതിന്റെ ശേഷം അവർ ഇത് വിരിച്ച്, പിന്നെ 1 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വിളിക്കുന്നത്. വിളിച്ചു വിരിച്ച് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങളൊക്കെ എന്നോ കാണേണ്ടതായിരുന്നു ഇതൊക്കെ, പിന്നെ നമുക്ക് അത് കാണാൻ നേരം വൈകിപ്പോയില്ല. അപ്പൊ ഒരു നിമിത്തം മരിച്ച സ്ഥലത്ത് വന്നത് കണ്ടത്. ഏതായാലും ഞാൻ എൻ്റെ മരണം വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ആള് നല്ല ഹാപ്പിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഇത് നിങ്ങൾ ഹാപ്പിയാണ്, ഇതുപോലെ ഒരുപാട് അസുഖമുള്ള ആളുകൾ നിങ്ങളെ ഓഫീസിൽ, ഭർത്താവിന്റെ ഓഫീസിലൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ പറയണം. അവർക്ക് എല്ലാവർക്കും ഹാപ്പി ആവണല്ലോ, നമുക്കും എനിക്ക് ഹാപ്പി അതിനൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇപ്പൊ കിതപ്പിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ എനിക്ക് നല്ല കിതപ്പായിരുന്നു. പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനത്തെ ഒന്നും എനിക്കില്ല. എനിക്ക് കാലിന് വെരിക്കോസിന്റെ നല്ലൊരു കാല് കടിച്ചിലുണ്ട്, പിന്നെ ചെറിയ ചെറിയ നരമ്പുകളൊക്കെ ഉണ്ട്. അത് കുറെ മാറി. പക്ഷെ ഈ കിതപ്പ് എനിക്ക് മാറി നല്ലോണം. എനിക്ക് നല്ല കിതപ്പുണ്ട്, വേറെ ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു. അപ്പൊ എന്റെ റിസൾട്ട് ഇങ്ങനെ ഇനിയും ഉണ്ട് കൊടുത്തത് പറയാൻ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു ദിവസം പറയാം. ഇനി ആളുണ്ടല്ലോ പറയാൻ. ഇൻഷാ അല്ലാഹ്. താങ്ക് യു. അതായത് അതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. അതായത് ഇന്ന് 1 കോടി രൂപ 2 കോടി രൂപയെ മുടക്കി ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ഇത് ഒരു മരിച്ചോട്ട് പോയി പറയാൻ നേരം ഉണ്ടാവില്ല. മറിച്ച് വെറും 9,800 16,500 19,300 മേടിച്ച് പ്രൊഡക്റ്റ് ഉപയോഗിച്ച വ്യക്തിക്ക് ഈ സാധനം എവിടെയും ചെന്ന് പറയാം എന്നുള്ളതാണ്. മരിച്ചോളത്തല്ല, മരിച്ചോളത്ത് ആ മേഡത്തിന് കിട്ടിയ അതേപോലെ തന്നെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മിനിയാന്ന് ദിവസം ഒരു മരിപ്പിന് പങ്കെടുത്ത് നിൽക്കുന്ന അപ്പോയിന്റ്മെന്റ് ആണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. നമുക്ക് ഏത് വേദിയിലും ആരോടും എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആളോടും നമുക്ക് ഈ പ്രോഡക്റ്റ് പറയാന്നുള്ളതാണ്. അതിനൊരു ചങ്കുറപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
അവര് ചെയ്തതാണ് മാന്യത. അവരുടെ നമ്പർ കൊടുത്തു, ആ പാർട്ടി ജയിച്ചു. നമുക്ക് അവരെ ആരെ അത് പറയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക്. എനിക്ക് എന്റേത് ഞാൻ പറഞ്ഞത്. എനിക്ക് ആരെ കണ്ടാലും അവരെ നോക്കിയിട്ട് ഇങ്ങനെ 10 മിനിറ്റ് നിന്ന് സംസാരിച്ചിട്ട് പറയാനുള്ള ഒരു ആഗ്രഹങ്ങളുണ്ട്. അവരത് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ള നമുക്ക് തോന്നും. യെസ് പ്ലീസ്. അപ്പൊ ഇതാണ് പ്രോഡക്റ്റ്. ഇതാണ് നമ്മൾ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോ ഇത് നമുക്ക് ആരോടും എവിടെയും മരിച്ചോടത്തും ജനിച്ചോടത്തും കല്യാണത്തിനും എവിടെയും നമുക്ക് പറയാം. പക്ഷെ അത് പറയാനുള്ള ചങ്കുറപ്പ് നമ്മൾ ഇതിനകത്ത് സംഭരിക്കണം എന്നുള്ളതാണ്. ഇത് ആളിന് ഒന്നിനൊന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട്. അടുത്ത ആള് സലിംക. ഗുഡ് മോർണിംഗ്. ഞാൻ കുര്യാക്കോസ് കോട്ടയത്തു നിന്നാണ്. ഞാൻ റിസൾട്ട് പറയാനല്ല, ഞാനിപ്പം മാഡം പറഞ്ഞപ്പോഴ് പെട്ടെന്ന് ഒരു കാര്യം ഒന്ന് പറയായിരുന്നു. നമ്മുടെ പേഴ്സണൽ ഒരു വിസിറ്റിംഗ് കാർഡ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കത് എപ്പോ ആണെങ്കിലും കയ്യിൽ കീപ്പ് ചെയ്താൽ അത് കൊടുത്താൽ മതി. മനോജ് സാർ എപ്പോഴും അത് പറയാറുണ്ട്. പിന്നീട് അവര് വിളിച്ച് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ അത് എല്ലാവരും ഞാനിപ്പോ മാഡത്തിനെ മാത്രമല്ല എല്ലാവർക്കും അത് കയ്യിലുണ്ടെങ്കിൽ അത് വളരെ ഏറ്റവും നന്നായിരിക്കും. ഞാൻ അതങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കത് നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ അത് മാത്രം പറയാനാണ്. താങ്ക് യു സാറേ. സാറേ, ഞാൻ അതിനെപ്പറ്റി പറയായിരുന്നത്, ഞാൻ സത്യം ഞാൻ നുണ പറയുന്ന ഒരു പരിപാടി എനിക്കില്ല. എന്റെ പക്കൽ വിസിറ്റിംഗ് കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ മനുഷ്യനോട് വിസിറ്റിംഗ് കാർഡ് അടിക്കാൻ പറയാനതിന്റെ കാരണം. സത്യം, ഞാൻ വിസിറ്റിംഗ് കാർഡ് അടിച്ചിട്ടില്ല. സത്യം പറയുന്നത്, എനിക്ക് നുണ പറഞ്ഞൂടെ? പക്ഷെ ഞാൻ പറയില്ല. അതായത് ഞാൻ അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്നെ കറക്റ്റ് ആക്കാതെ അവരെ കറക്റ്റ് ആക്കുന്നത് ശരിയല്ല എന്നുള്ളത് സാറിന് ഒരു വിക്സലോട്ട്. ഓക്കെ താങ്ക് യു സാർ. അടുത്ത വ്യക്തി, അടുത്ത ആൾ കയറി വരൂ. ഹലോ, എന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ മനോജ് സാറിനെ വിളിച്ചോട്ടെ? നമുക്ക് നേരത്തെ പോകാം. ഗുഡ് മോർണിംഗ്. സാർ, കമോൺ, വെൽക്കം. ഗുഡ് മോർണിംഗ് എല്ലാ ലീഡേഴ്സിനും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സാറേ, ഞാനിപ്പോ നമ്മുടെ ബയോട്ടോറിയത്തിൽ വന്നിട്ട് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു. പ്ലീസ് പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. സാറിന്റെ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്റെ പേര് ഭഗത് എന്നാണ്. നമ്മള് പറയാനുള്ള മറ്റേ ഇതില് മറ്റേ കാര്യങ്ങളൊക്കെ മറന്നുപോയി, ഫോർമാലിറ്റീസ് അല്ല. അപ്പൊ ബയോട്ടോറിയത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു വർഷത്തിന് കൊണ്ട് നമുക്ക് കിട്ടിയുള്ള ചേഞ്ചസ് അതെ ഒന്നുകൂടി പറയാം. ഭഗത് എന്നാണ് പേര്. എന്റെ വീട് ഒറ്റപ്പാലാണ്, പാലക്കാട് ജില്ല. കഴിഞ്ഞ വർഷം ഒരു വർഷമായി ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം കൊണ്ട് കിട്ടിയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു രോഗിയായിട്ടാണ് ബയോട്ടോറിയത്തിൽ വന്നത്. അലോപ്പതി ഗുളികകള് 4-5 ടൈപ്പ് ഗുളികകൾ കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് ബയോട്ടോറിയത്തിൽ വന്ന് ജോയിൻ ചെയ്തത്. അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. വേറൊരാളെ കമ്പൽ ചെയ്തിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ഇത് പ്രൊഡക്റ്റ് എന്താണെന്നോ മാഗ്നറ്റ് എന്താണെന്നോ ഒരു കാര്യം അറിയില്ലായിരുന്നു. ഒരു ദിവസം വന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ വന്ന് ഒരാൾ ഡെമോ കാണിച്ചു തന്നു. എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള വ്യക്തി സുജേഷ് എന്നാണ് പേര്. പുള്ളിയാണ് എന്റെ ലീഡർ. പുള്ളി വന്ന് മറ്റേ ഡെമോ എല്ലാം കാണിച്ചു തന്നു. അപ്പൊ ഇത് ഡെമോ എന്താണെന്നോ അല്ലെങ്കിൽ ഇതെന്താ ഒരു കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. ഇവർ എന്തൊക്കെ ചെയ്യണമെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ പ്രൊഡക്റ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമ്മളെ ഈ ഗുരുക്കന്മാരായിട്ടുള്ള സലീം സാറും അതേമാതിരി ഒരു മുഹമ്മദ് അലി സാറ്, അബ്ദുൾ റഹ്മാൻ സാറ്, നമ്മുടെ ഡോക്ടർ രാജു സാറ്, അപ്പൊ ഇങ്ങനെ കുറെ ഗുരുക്കന്മാർ നമ്മുടെ ബയോട്ടോറിയത്തിലുണ്ട്. ഇവരുടെ വാക്കുകളും ഇവര് നമുക്ക് ഗ്രൂപ്പ് നമ്മളെ ഈ സൂം മീറ്റിംഗ്സിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഓരോരോ കാര്യങ്ങളിൽ നിന്നാണ് ഇതെല്ലാം മനസ്സിലാക്കിയത്. അതിന്റെ ഫുൾ ആയിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. യൂറിക് ആസിഡ് കൂടുതലായിരുന്നു. അതേമാതിരി മുട്ടുവേദന, വെയിറ്റ് 76 kg കൂടുതലുണ്ടായിരുന്നു. അപ്പോ ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് വളരെയധികം നല്ല റിസൾട്ടുകൾ തുടങ്ങി. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എല്ലാം ഫുള്ളായിട്ട് ക്ലിയർ ആയി. അതേമാതിരി വെയിറ്റ് റെഡ്യൂസ് ആയി. 4 മാസം 5 മാസം ആയപ്പോഴേക്കും ഞാൻ ഈ കഴിച്ചിരുന്ന എല്ലാ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ആയപ്പോഴേക്കും എന്റെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലും എല്ലാ കാര്യത്തിലും വളരെയധികം മാറ്റങ്ങൾ വന്നു.
അലോപ്പതി ഗുളികകൾ നമ്മൾ കഴിച്ചിരുന്ന സമയത്ത് നമുക്ക് അത്രയധികം ഡയറ്റിലും വളരെ കൺട്രോൾ വേണമായിരുന്നു. ഇപ്പൊ അത്യാവശ്യം ആഗ്രഹമുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്. മുന്നത്തേക്കാൾ ഊർജ്ജസ്വലായിട്ട് എല്ലാ പണികളും ചെയ്യാനും രാവിലെ ഇപ്പൊ ജോഗിങ് വരെ ചെയ്യുന്നു, മുട്ടുവേദന ഉണ്ടായിരുന്ന ആള്. അപ്പൊ അതൊക്കെ കഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ വെള്ളം നമ്മുടെ മാഗ്നറ്റിക് വാട്ടർ മാത്രമാണ് നമ്മുടെ മെഡിസിൻ. ഈ മെഡിസിൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് മാത്രമാണ് മാട്രസ് യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ കൂടി നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത്രയധികം കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് ആദ്യം എന്റെ ഫാമിലി മെമ്പർ പറഞ്ഞ എന്റെ സിസ്റ്ററുടെ വീട്ടിലാണ് ഞാൻ ആദ്യം കൊടുത്തത്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ പെങ്ങളാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് മന്ത് തന്നെ ഞാൻ എല്ലാ പ്രൊഡക്റ്റും പുള്ളിക്കാരിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അവർക്കും വളരെയധികം ചേഞ്ചസ് വന്നു. ഗുളികകൾ കഴിക്കുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേമാതിരി കഴിഞ്ഞ വർഷം തന്നെയാണ് നമ്മുടെ ഈ പല്ലുവേദന കാര്യം. പല്ലുവേദന മുന്നുണ്ടായിരുന്നു. ഈ ബയോട്ടോറിയത്തിന് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് ഇതിന് വെള്ളം കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ പല്ലുവേദന വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞെങ്കിൽ പല്ലുവേദന വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അലോപ്പതി മറ്റേ ഈ ആന്റിബയോട്ടിക്കുകൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അത് കഴിക്കുമ്പോൾ വേദന മാറും. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു വരും. അപ്പൊ നമ്മുടെ വെള്ളം കുടിച്ചതിന് ശേഷം ഇതുവരെ ആ പല്ലുവേദന എന്ന് പറഞ്ഞത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോ അത്രയധികം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ വേറെ പറയാനുള്ളത്, ഞാൻ പ്രൊഡക്റ്റ് കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ട് അവർക്ക് വളരെയധികം വളരെ മാറ്റങ്ങൾ എന്നല്ല. അപ്പൊ എന്റെ കൂടെ സ്റ്റാർട്ടിങ്ങിലെല്ലാം എന്റെ അടുത്ത് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അവര് ബ്ലഡ് റിസൾട്ടിലെല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്നു. ഇപ്പൊ ഷുഗർ എല്ലാം വളരെ നോർമൽ ലെവലിലാണ് പോയിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ചോദിച്ചിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഇങ്ങോട്ട് ചോദിച്ചിട്ട് ആൾക്കാർ, മുന്നേ നമ്മളെ കളിയാക്കിയ ആൾക്കാരൊക്കെ ഇന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ പ്രൊഡക്റ്റിന് അത്രയും റിസൾട്ട് ഉണ്ട്. നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ട വളരെ വലിയ ഒരു അവയർനെസ് ആണത്. ആര് കളിയാക്കിയാലും ആരെന്ത് പറഞ്ഞാലും നമ്മൾ കെയർ ചെയ്യേണ്ടത്. അത് കുടുംബത്തിലായാലും അയൽവക്കത്തായാലും സൊസൈറ്റിയിൽ എവിടെയായാലും ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ കാര്യങ്ങൾ അറിയുന്ന നമ്മൾ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ കൂടുതലും സംസാരിക്കുന്നില്ല. ജയ് ബയോട്ടോറിയം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ഭഗവത് സാർ. അതായത് ഭഗവത് സാറിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഞാൻ സാറിനെ കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് പുതിയതായിട്ട് കയറിയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പാടില്ല. അതാണ് ഞാൻ പേര് പറയാൻ പറഞ്ഞത് കേട്ടാ. അല്ലാതെ എനിക്കറിയാതിട്ടല്ല സാറിനെ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യന്റെ ആരോഗ്യം, ദൈവം തന്നിട്ടുള്ള ആരോഗ്യം സുഖകരമായിട്ട് ജീവിച്ചു പോവാനായിട്ട്. ഇപ്പൊ പറഞ്ഞില്ലേ, മുട്ടുവേദനയുള്ള വ്യക്തികൾ നടക്കാൻ പറഞ്ഞാൽ പറ്റൂല, അവർക്ക് നടക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സംഭവമല്ലേ. അതിനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അതായത് നമ്മളൊക്കെ ഇതിനകത്ത് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള റിസൾട്ടുകൾ. നിരവധി വർഷങ്ങൾ നമ്മൾ അലോപ്പതി മെഡിസിനും ആയുർവേദവും ഹോമിയോയും യുനാനിയും മറ്റുള്ള എല്ലാം ചെയ്തിട്ട് അവസാന സ്റ്റേജിൽ ഡോക്ടർമാര് തള്ളും. അങ്ങനെ വരുന്നവരാണ് കൂടുതൽ ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് റിസൾട്ട് എടുക്കുന്നത്. അതപ്പ ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങളെ കൊണ്ട് ഇത് ഉപയോഗിപ്പിക്കാനും നമ്മൾ അതിൽ നിന്ന് സന്തോഷിക്കാനും അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റാവുന്ന ഒരു മേഖലയെന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്റ് ഇല്ലാതെ ചെയ്യാവുന്ന ഒരു സംഭവം എന്നുള്ളതാണ്. പാറിപ്പറന്ന് കിടന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന. അപ്പൊ ഭഗവത് സാറിന് ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, അടുത്ത വ്യക്തി. ഹലോ, ഇന്നത്തെ കൈനീട്ടം മോശമില്ലാത്തൊരു കൈനീട്ടമുള്ള, പക്ഷെ അത് എന്നിട്ടും ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ പറയാനായിട്ട്. പോലത്തെ ഹലോ ഹലോ, വെൽക്കം. ഹലോ ഗുഡ് മോർണിംഗ്. ലാരെ റിസൾട്ടും കിട്ടി. ഇപ്പൊ എന്റെ റിസൾട്ട് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറയുമ്പോ എല്ലാരും അറിഞ്ഞതാണ്, പുതിയ ആൾക്കാരൊന്നും അറിയില്ല. എന്നാലും അല്ല, ഞാൻ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാ,
ഏതായാലും എന്റെ റിസൾട്ട് പറഞ്ഞാല് ഞാനിത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം ഇപ്പൊ ഒരു കൊല്ലായി വാങ്ങി ഉപയോഗിച്ചപ്പോ ഞമ്മക്ക് നല്ല റിസൾട്ടാണ്. അതും കൂടാതെ എന്റെ മകളൊക്കെ ആദ്യം നെയ്റ്റൂക്ക് പറഞ്ഞ് മകൾക്ക് 10 കൊല്ലായി നട്ടലിന്റെ വേദന, അത് നീരിറക്കായിരുന്നു. അതിപ്പം പറഞ്ഞ് ഞാൻ ഓക്ക് സുഖമില്ലാതായി, ഇപ്പൊ ഇങ്ങനെ എന്നും മരുന്ന് കുടിക്കലും സുഖമില്ലാതാലും അങ്ങനെ ആയി. ഞാൻ പറഞ്ഞൊന്നും സ്വീകരിച്ചിട്ടില്ലേനു. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ മക്കളെ ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ചാല്, ഞാൻ വാങ്ങി തന്ന നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ ആ കൃത്യത്തിന്, എന്നാ നിങ്ങളെ വേദന മാറും, വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളി മക്കളെ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇന്നാ നിങ്ങളൊന്ന് വാങ്ങി തരിക അമ്മ, എനിക്കിപ്പോ തീരെ വയ്യ. അത് വേണം കറക്റ്റ്. ഞാൻ അമ്മ നടക്കണ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അമ്മ ഇപ്പൊ നല്ല ആരോഗ്യമായിട്ട് നല്ല സുന്ദരിയായി അടപ്പം ഞാൻ നടക്കണം. എന്താ വെച്ചാൽ എനിക്ക് തന്നെ ഭയങ്കര ഒരു ഇതായിട്ട് അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ നാട്ടുകാരും അയലക്കാരും കുടുംബക്കാരും ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതി നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണം. നിങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ വാങ്ങി തരുന്നത് ഉപയോഗിച്ച എൻ്റെ നട്ടലിന്റെ വേദനയും നീരിറക്കും എന്താണോ എനിക്ക് സുഖമുള്ളത് അത് സുഖാവും, തീർച്ചയായിട്ടും സുഖാവും. നമുക്ക് പറയാനൊരു ധൈര്യം ഉണ്ടല്ലോ. അത് പറഞ്ഞ് അത് വാങ്ങിക്കൊടുത്ത് ഇപ്പം എൻ്റെ മോക്ക് ഇപ്പം ആ വേദന 2 ആഴ്ച കൊണ്ട് വേദന മാറി. പൊന്ന് സുഹൃത്തുക്കളെ, എന്താന്ന് പറയാൻ പറ്റൂ, അതൊരു സംഭവം തന്നെയാണ്. ഒക്കെ കാലിന് വിള്ളലായിരുന്നു. ഇപ്പൊ ഈ തണുപ്പാകുമ്പോ കാല് വിള്ളും. പിന്നെ ആണെങ്കിൽ എന്നും ഈ പാസ്റ്റിനെയും വാങ്ങിയാട്ട് കാലിന് തേക്കും. ഈ നട്ടലിന്റെ വേദനയും 10 കൊല്ലം എൻ്റെ ആ ചെറിയ കുട്ടീനെ പ്രസവിച്ച് ഓപ്പറേഷൻ ചെയ്ത് തന്നൊരു സൂചി വെക്കുമല്ലോ, ആ സൂചി വെച്ചതാണ് നട്ടലിന് നീരിറക്കം. അതിനെന്നും മരുന്ന് കുടിക്കും, എന്നും ആശുപത്രി പോവും, അനങ്ങാൻ പറ്റൂല, കസാലയിൽ ഇങ്ങനെ ഇരിക്കുക. മക്കള് ഈ സ്കൂൾ പോണ മക്കളാണ് ഈ കുടുംബത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്. രാവിലെ നീച്ചാണ്ടായിട്ട് സ്കൂൾ പോണ ഭക്ഷണം ഉണ്ടാക്കും, വൈകുന്നേരം വന്നിട്ട് ഇവര് ഇങ്ങനെ കസാല ഇരിക്കും. അല്ല ഇതിപ്പോ ഞാൻ ചോദിച്ചു, അല്ല ഇജ്ജെന്തപ്പ ഈ ഇരിക്കണത് ചോദിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരും സ്വീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് വാങ്ങി തന്നാങ്ങള് അത് ഉപയോഗിക്കണം, എന്നെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ പറഞ്ഞു. ഇപ്പൊ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ്. പൊന്ന സുഹൃത്തുക്കളെ, മകളെ എന്താ പറയാൻ പറ്റുക, എന്റെ അസുഖമൊക്കെ സുഖമായി. ഇനിയിപ്പോ എന്റെ അസുഖം ഒന്നും പറയണ്ടല്ലോ, അത്രക്കും സുഖമായി. അതേപോലെ എന്റെ പേരക്കുട്ടിക്ക് ഈ അലർജിന്റെ അസുഖം ഉണ്ടായിട്ട് ഈ വെള്ളം പല്ലുവേദന ഉണ്ടായിന്, അലർജിന്റെ അസുഖം. പിന്നാണെങ്കിൽ അതിന് മേലൊക്കെ ഒരു ഞുളിഞ്ഞ ചേലയാണ്. ആ ഞുളിഞ്ഞ ചേലിനൊക്കെ ഈ വെള്ളം മേലെ കുളിക്കും. പിന്നെ ആണെങ്കിൽ ആ ഗുളികൊക്കെ ഒഴിവാക്കി ഈ കിടക്കൽ കിടക്കും, ആ വെള്ളം കുടിക്കും. അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ സുഖം. അതിന്റെ കുട്ടി ഇപ്പം സുന്ദരം കുട്ടിയായി. ഞാൻ ഗുളികൊക്കെ കെട്ടുകണക്കിന് ഇവിടെ അലർജിക്കുള്ളത് കൊണ്ടെന്ന് വെച്ചിരിക്കുന്നു. പല്ലൊന്ന് പറിച്ചെല്ലാം നിവർത്തില്ല, ഇത് കിട്ടുന്നതിന് മുന്നേ. ഇപ്പം പിന്നെ ആ പല്ലിന് പുറത്ത് പിന്നെ വേദന തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പല്ല് പറിക്കാനൊന്നും പോകണ്ട മക്കളെ, ഈ പണി നിങ്ങൾ ചെയ്യണം. അത് ചെയ്താല് നിങ്ങളൊക്കെ ആരോഗ്യത്തിന് വരും. അല്ലാതെ നിങ്ങൾ ഇതിലും പോയി കുറെ മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ കറക്റ്റായിട്ടും നമുക്ക് ജീവിതം തിരിച്ചു കിട്ടും എന്നുള്ളൊരു വാക്ക് പറഞ്ഞ് ഇപ്പം എല്ലാവർക്കും ഒരു ബോധ്യം വന്നു തന്നാല്. കുറെ ആൾക്കാർ ഇപ്പം സംഘടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പൈസ ഞാൻ ആദ്യമൊക്കെ നെറ്റ് പറഞ്ഞിരുന്നല്ലോ, ഓരൊക്കെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞപ്പോ എങ്ങനെ അവരോട് തിരിച്ചു പറയുന്നുള്ളൊരു ഭാഗത്തിൽ നിൽക്കുകയാണ്. അത്രയ്ക്കുള്ള റിസൾട്ട് നമ്മളെ ഈ വായോട്ടിയോരം കടക്കത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒഴുകൂര് 2 കൊടുത്തിട്ടുണ്ട്. ഒഴുകൂര് 2 കൊടുത്തിട്ട് അവർക്ക് മുട്ടിന്റെ വേദന, കാല് ഓപ്പറേഷൻ ചെയ്യണം, 2 കാലും വളഞ്ഞിക്കാണ് ആ കാക്കാക്ക്. 2 കാലും ആ 2 കാലും ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞ കാലം ഓപ്പറേഷൻ ചെയ്യണ്ട, നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട്. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ വിളിച്ചോ പറഞ്ഞു, പൊന്നു ചേച്ചിയെ എന്റെ കാല് കുറഞ്ഞൊരു വേദനക്ക് കുറവുണ്ട്, നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ എങ്ങനെ പറയാനായിട്ടില്ല, നിങ്ങൾ തുടങ്ങി അറിഞ്ഞ. അപ്പം അത് നല്ല റിസൾട്ടാണ്, നമുക്ക് തുടങ്ങിയപ്പോ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല റിസൾട്ടാണ്. അതാണ് പിന്നെ പറയാനുള്ളത്. ഇത് പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് ആരായാലും ഇത് പിന്നെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കണം എന്നാ എൻ്റെ അടുത്തുള്ള ഒരു ആരോഗ്യത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് എല്ലാ ആളുകളും നമ്മളെ ഈ വായോട്ടിയോരം കടക്കൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ആരോഗ്യം നമുക്ക് കിട്ടുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞു. കുറെ നമ്മള് പറയണ്ട, പറഞ്ഞു അറിയാണ്ടല്ലോ. നമ്മളെ ഈ വേദിയിലിരിക്കുന്ന ഒരു സുന്ദരിക്കുട്ടി എന്നുള്ളതാണ് കുട്ടിക്കുട്ടി അമ്മ, മനസ്സിലായിട്ടുണ്ടോ? അതായത് ഈ പ്രായത്തിലും
ഏതാണ്ട് ഞങ്ങളൊക്കെ പ്രായത്തിൽ ഏതാണ്ട് ഈക്വൽ ആവുമെന്ന് തോന്നുന്നു. അതായത് ഈ പ്രായത്തിലും ഇത്തരം എനർജിയോടെ കൂടി ഇതിനകത്ത് രാവിലെ എഴുന്നേറ്റ് ഈ തണുപ്പത്ത് രാവിലെ ഒന്ന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും നമുക്കൊരു പ്രചോദനമാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് പ്രചോദനമാണെന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ ഈ പ്രായത്തിലും ഈ വെളുപ്പിന് എഴുന്നേറ്റ് ഈ അഘോരം അന്നത്തെ എഴുന്നേറ്റ് കുളിച്ച് ചമഞ്ഞ് ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് ഈ സൂമിൽ വന്ന് ഈ ഇത്രയും റിസൾട്ട് നല്ല ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സംഭവമാണ് സുഹൃത്തുക്കളെ. മനസ്സിലായിട്ടുണ്ട്. പച്ചവെള്ളം കൊണ്ട് കുടിക്കാൻ പറ്റില്ല ഇനി സാറേ, പച്ചവെള്ളം കൊണ്ട് കുടിക്കാനല്ലേ ഇനി ചൂടുവെള്ളം കൊണ്ടാ ഞാൻ കുടിച്ചിരുന്നത്. ഇനി സംസാരമില്ല, ഇനി സംസാരം കഴിഞ്ഞു. മാഡത്തിന്റെ വാക്ക് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എന്നിട്ട് മറ്റൊരാളുടെ പവർ, ഈ പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ എന്തോ ഒരു കോർട്ടിസോൾ ഹോർമോൺ ഉത്പാദിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അത് കളഞ്ഞിട്ട് ഹാപ്പിനെസിന്റെ ഹോർമോൺ ഉത്പാദിപ്പിക്കട്ടെ. ഒന്ന് ചിരിക്കുക, എല്ലാവരും ഒന്ന് ചിരിക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ കുട്ടിക്കുട്ടി മരത്തിന് ഒരു ബിഗ് സല്യൂട്ട്. അടുത്ത ആൾക്ക് വരാം. ഹലോ, 6:50 നമ്മൾ 9 പേരാ റിസൾട്ട് പറഞ്ഞിട്ടുള്ളൂ. ഹലോ, സാറേ നമസ്കാരം. നമസ്കാരം സാർ. ഹലോ, ഹലോ പറ സാറേ. ആരുമില്ലാത്ത കയറിയതാ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് അനിലാണ്, കാഞ്ഞാണിയിലെ വീട്. അതായത് ഞാൻ കൊടുത്ത സപ്ലിമെന്റ് എന്ന് വെച്ചാല് നമ്മുടെ ബന്ധു തന്നെയാണ് ചേച്ചി. ആ ചേച്ചിക്ക് നമ്മുടെ ഒരു വീട്ടിൽ പണിക്ക് നിൽക്കണതാണ്. ഡോക്ടർമാരും രണ്ടാളും ഡോക്ടർമാരാ, ഭാര്യയും ഭർത്താവും. അങ്ങനെ അലക്ക് മെഷീൻ ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ. എന്നിരുന്നാലും ഈ ഡോക്ടർമാര് ഇങ്ങനെ കല്ലുമ്മ കുത്തി തിരുമ്പിപ്പിക്കുള്ളൂ. അലക്കണമൊക്കെ കല്ലുമ്മല. അങ്ങനെ ഇത് കുത്തി തിരുമ്പി ഈ ചേച്ചി 2 കൈയും പൊന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പൊ ഡോക്ടറെ കാണാൻ വന്നു. ഡോക്ടർ പറഞ്ഞു, അത് നിങ്ങളെ ഒന്നാലെ പണി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ 3 മാസം റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ മാറില്ല, ഇത് നീർക്കെട്ടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതറിഞ്ഞപ്പോ ചേച്ചിയുടെ വീട്ടിൽ പോയി സംസാരിച്ചു. ചേച്ചി ഇത് നീർക്കെട്ടിന്റെ ഇതുകൊണ്ടാ ഇത് സംഭവിക്കുന്നത്, നീർക്കെട്ടാണ്, അത് മാറും, ഇതിൽ കിടന്ന് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് നീർക്കെട്ടുന്ന തന്നെയാ. എന്നാ എനിക്കത് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു കൊടുത്തു. 16 ദിവസം കൊണ്ട് ഈ സംഗതി മാറി. അവരെ എന്നുവെച്ചാൽ മാറിയില്ലെങ്കിൽ അവര് വീട് എന്നുവെച്ചാല് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. ഈ ചേച്ചി പണിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ട്, വയസ്സായ അച്ഛനമ്മയുണ്ട്, ഭർത്താവ് മരിച്ചു. അപ്പൊ ഈ ചേച്ചി പണിക്ക് പോയാൽ എന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ 16 ദിവസം കൊണ്ട് ചേച്ചിക്ക് ക്ലിയർ ആയി. ഇതിപ്പോ വീണ്ടും പണിക്ക് പോകുന്ന ഒരു കുഴപ്പമില്ല ഇതുവരെ. ഓക്കെ സാറേ, താങ്ക് യു. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇത്ര റിസൾട്ട് പറഞ്ഞതിനേക്കാൾ മിറാക്കിൾ റിസൾട്ടാണ്. വേറെ ഒന്നുമല്ല, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ആ മേഡം. ആ ജോലിക്ക് പോകുന്ന വ്യക്തി, ആ വ്യക്തി ജോലിക്ക് പോയെങ്കിലാണ് മറ്റുള്ളവരുടെ വായയിലേക്ക് അന്നം പോവുള്ളൂ. ആ വ്യക്തി കിടപ്പിലായി കഴിഞ്ഞാൽ പോയില്ല കാര്യം. അപ്പൊ ആ വ്യക്തിക്ക് ഒരു തിരിച്ചൊരു ജീവിതമാണ് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് കിട്ടിയത്. അപ്പോ താങ്കൾക്ക് വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും. എന്താന്ന് വെച്ചാൽ ഒരു കുടുംബത്തെ നിങ്ങൾ രക്ഷിച്ചു എന്ന് തന്നെ പറയാം. അതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പവർ. അപ്പൊ താങ്ക് യു സാർ, വളരെ സന്തോഷം. ഇങ്ങനെ കിട്ടണം. ഓക്കെ, താങ്ക് യു. അടുത്ത ഹലോ, സാറേ എല്ലാവരും അവസാനം പറയാൻ വേണ്ടി മാറ്റി വെക്കാതെ ഓരോരുത്തരും തീരുന്നവർക്ക് പതിവ് 54 6:54 10 പേര് സംസാരിച്ചിരിക്കുന്നത്.
നമ്മൾ 176 പേരുണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും റിസൾട്ട് ഉള്ള ആളുകൾ തന്നെയാണ്. ഹലോ, ആ മാഡം, വെൽക്കം മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ഇത് വയനാട് മാനന്തവാടി സ്വദേശിയാണ്. ആ. എന്റെ പേര് ഉമ്മു കുൽസു. മാഡം, ഞാൻ ഇതില് കൂടിയിട്ട് 1 വർഷമായി. എനിക്കും നേരത്തെ കുട്ടി മാഡം പറഞ്ഞ പോലെ ഈ നടുവിന് നട്ടെല്ലിന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത് മോനെ പ്രസവത്തിന്. അപ്പം എനിക്ക് ഇതേപോലെ ഒരു നീർക്കെട്ടായിട്ട് കുനിയാനോ അതേപോലെ മുറ്റടിക്കാനോ ഒന്നും പറ്റൂല. അപ്പൊ എന്റെ മോളെയും കെട്ടിച്ച് ഒരു ചെറിയ മോനേ ഉള്ളൂ. അപ്പൊ മോളെ കെട്ടിച്ചപ്പോ എനിക്ക് ആകെ ഉണ്ടായ ഒറ്റൊരു ഇത്, നമുക്ക് മുറ്റടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ കുനിഞ്ഞിരുന്നിട്ട് മുറ്റടിക്കുമ്പോ നടു പിന്നെ അനക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ വിക്സോ ഇല്ല അമൃതാജനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴമ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് ആ വേദന മാറ്റുമായിരുന്നു പതിവ്. പക്ഷെ നമ്മൾ ഈ വയോട്ടോറിയിൽ വന്ന് ഈ വെള്ളം കൊണ്ട് ഞാൻ ഊര നല്ലോണം തടവിയും ഈ വെള്ളം കുടിക്കുകയും ചെയ്തപ്പോ ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് അങ്ങനത്തെ ഒരു വേദന വന്നിട്ടില്ല. പിന്നെ കൂടാതെ എനിക്ക് ഒരു 10-12 കൊല്ലം മുമ്പ് എന്റെ കാലിന് ഭയങ്കര ഒരു വേദനയായിരുന്നു. അപ്പം ആശുപത്രി കാണിക്കാൻ എനിക്ക് ഭയങ്കര പേടി. എന്താ വെച്ചാ നട്ടെല്ലിന്റെ കാലിന് തേയ്മാനാണോ, അതായത് ഞാൻ ടൈലർ മേഖല ആയതുകൊണ്ട് എനിക്ക് എന്താക്കാൻ പറ്റില്ല. പിന്നെ തേയ്മാനാണ്, പിന്നെ എന്റെ എല്ലാ കാര്യവും പോയി. അവിടെ പോയിട്ട് ഇന്ന രോഗാണെന്ന് അറിയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ പള്ളിയിലേക്കും ഈ പള്ളിയിലേക്കൊക്കെ ഓരോ രൂപയും 10 രൂപയൊക്കെ നേർച്ചയും വഴിപാടൊക്കെ ചേർന്നിട്ട് അങ്ങനെ പോവായിരുന്നു. ഇപ്പൊ 2 മാസം മുമ്പ് എന്റെ കാല് ഇതേപോലെ തന്നെ ഒരു വേദന എനിക്ക് വന്ന് എനിക്ക് കട്ടുമൊന്നും ഇറങ്ങാൻ പറ്റാണ്ടും നിരത്ത് കൂടി ഒരു 1.5 വയസ്സുള്ള കുട്ടി എങ്ങനെയാണോ നിരങ്ങി പോവുക അതേ അവസ്ഥയിൽ എനിക്ക് അകത്തു കൂടി ഇരുന്ന് നിരങ്ങേണ്ടി വന്നു. എന്താ വെച്ചാൽ എനിക്ക് മൊബൈൽ എടുക്കണമെങ്കിൽ കുനിയാൻ പറ്റുന്നില്ല, നിവരാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ അപ്ലൈൻ അറിയാം, എന്റെ സലീം സാറുണ്ട് 5 എന്ന് പറഞ്ഞ അവരോട് ഞാൻ വിളിച്ചിട്ടേടാ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് എന്താ പറ്റുന്നില്ല, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, നീർക്കെട്ടാണോന്ന് അറിയുന്നില്ല, എനിക്കൊന്നും നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. നീ എന്തിനാ പേടിക്കുന്നത്, നമ്മളെ വയോട്ടറിമല്ലേ കയ്യിലുള്ള ആ വെള്ളം കൊണ്ട് നല്ലോണം ഒഴിഞ്ഞോ, അപ്പൊ കാലിന് നല്ല ഇതുണ്ടാവും. എന്റെ കാലിന്റെ മുട്ടിന് വേദനയായിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും അൽഹംദുലില്ലാ എന്റെ ആ വെള്ളം കൊണ്ട് ഒഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇന്ന് വരെ ഇപ്പൊ 2 മാസമായി ഇതുവരെ ആ വേദന എനിക്ക് വന്നിട്ടേ ഇല്ല. അപ്പം എനിക്ക് തന്നെ കുറെ റിസൾട്ട് കിട്ടി. പിന്നെ ഒരു ദിവസം പല്ല് വേദനയായിട്ട് ഈ പറഞ്ഞ പോലെ പല്ല് പറിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. ഈ വെള്ളം ഞാനൊരു കവളില് ഇങ്ങനെ കുറെ നേരം പിടിച്ചിരുന്നേ, ഇപ്പൊ ആ പല്ലും പറിക്കേണ്ടിയും വന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ടൈലർ പണി ആയതുകൊണ്ട് നമുക്ക് ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കയ്യില് കടയിൽ പോയി കട്ട് ചെയ്യണേ കൈ നിവരൂല. എന്നുവെച്ചാല് നമ്മളെ എല്ലുകളൊക്കെ പ്രായമാകുന്നതനുസരിച്ച് നമുക്ക് തേയ്മാനങ്ങൾ കൂടുമല്ലോ. അപ്പം ഇങ്ങനെ നമുക്ക് പിന്നെ ഇപ്പൊ ഞാൻ ഈ ബയോടെർമിൽ വന്ന ശേഷം ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറല്ല 3/4 മണിക്കൂർ ഒരു കയ്യിൽ തന്നെ ഫോൺ വിളിച്ചാലും കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്റെ കൈക്ക് അങ്ങനത്തെ യാതൊരു കംപ്ലൈന്റും ഇല്ല. അങ്ങനെ ഒരു 3-4 റിസൾട്ട് എനിക്ക് തന്നെ കിട്ടിയപ്പോൾ ഞാൻ കുറെ ആൾക്കാർക്ക് കൊടുത്തു. അവർക്കൊക്കെ ചെറിയ ചെറിയ റിസൾട്ടുകൾ ഉണ്ട്. എന്തായാലും ഈ ബയോട്ടോറിയം ഞാൻ നെഞ്ചിലേറ്റി മുന്നോട്ട് കൊണ്ടുവന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഇതിലേക്ക് എല്ലാവരും എന്ന് വെച്ചാല് മരുന്നിന്റെ പുറകെ പോകുന്നതിനെക്കാട്ടി ഈ പരീക്ഷിച്ചിട്ട് മരുന്ന് കുടിക്കാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്തു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഈ ബയോട്ടോറിയം. താങ്ക് യു മാഡം, താങ്ക് യു. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അതായത് മാഡം ഈ കുറിച്ച് ഉപയോഗിക്കാതെ ഇപ്പൊ എത്ര നാളായി മാഡം? ഞാൻ 1 വർഷമായി. ഹലോ 1 വർഷമായി. അപ്പോ കണ്ടോ, അതായത് അനേകം വർഷങ്ങൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഈ 1 വർഷം ഉപയോഗിച്ച് വന്നപ്പോൾ ആ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തന്നെയല്ല, നമുക്ക് പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് ഒരു പെയിൻ, ഒരു വേദന എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ വെള്ളവും നമ്മുടെ വാട്ടർ പാഡും ഈ കൈമിൽ ചുറ്റുന്ന റെസ്റ്റ് പാഡൊക്കെ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ഇതിന്റെ മിറാക്കിള്. ആ സമയത്ത് പാരസെറ്റമോൾ പനിക്കും വേദനക്കും മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. മറിച്ച് നമ്മൾ പ്രശ്നമല്ല, എല്ലാ ഭാഗത്തേക്കും. ഇപ്പൊ കുഴമ്പിന് ചെലവ് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വെള്ളമാണികള് ശരീരത്തിനകത്ത് വെച്ച് തടകാൻ തുടങ്ങിയപ്പോഴേ കുഴമ്പ് കുടിച്ചിരുന്ന ആളിനൊക്കെ കുഴമ്പുണ്ടാക്കുന്ന ആളിൽ ഇപ്പൊ കഷ്ടം പിടിച്ചിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ വിശേഷത എന്ന് പറയാൻ കാരണം. അപ്പോ പ്രത്യേകം ഒരു വിക്സലോട്ട് മരത്തിന് നൽകുന്നു. അടുത്ത വ്യക്തി. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് മാഡം, പറയൂ. സാർ, ഞാൻ മാവലിക്കലാണ് വിളിക്കുന്നത്. പത്തനംതിട്ട സാറാം മാഡത്തിന്റെ ടീമിലുള്ളതാണ്. എന്റെ മോൾക്കാണെങ്കിൽ ഈ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖമാണ്. മാഡത്തിന്റെ പേരെന്താ? ഷീല തോമസ്. യെസ്. അപ്പം നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ച് അതിന്റെ കുറച്ച് നാൾ മുൻപേ നമ്മളിത് മേടിച്ച് 7000 സിസ്റ്റത്തിന്റെ ആയിരുന്നു മേടിച്ചത്. നമ്മുടെ ഡാൻസ് സാറാണ് കൊണ്ടതെല്ലാം പരിചയപ്പെടുത്താന്നത്. അതിനകത്ത് നമ്മൾ വെള്ളം കുടി കുറവായിരുന്നു. പക്ഷെ ഇവർക്ക് വെള്ളം കുടിക്കാൻ ഇവർക്ക് ബാത്റൂം ഇപ്പൊ 28 വയസ്സുണ്ട്. 10 വയസ്സിൽ തുടങ്ങിയതാണ്. ഒന്നും കാര്യമായിട്ട് നടക്കത്തില്ല. ബാത്റൂമിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണം പിന്നെ അതെല്ലാം കിടന്നോണ്ടിരുന്നത്. പിന്നെ സാറാമ്മയുടെ ഞാനുമായിട്ട് വലിയ നെറ്റ്വർക്ക് ഒക്കെ ചെയ്ത പരിചയമാണ്. പുള്ളിക്കാരി വന്ന് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം ഇന്ന സാധനത്തിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പിന്നെ ഈ അടുത്തിടെയായിട്ട് പുള്ളിക്കാരി എന്നെ ഈ മാവലിക്കര ഒരു ക്ലാസ് വന്നപ്പോൾ ക്ലാസ്സിൽ ഒന്ന് അറ്റൻഡ് ചെയ്യിച്ച്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മള് വെള്ളം കുടിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല, പച്ചവെള്ളം കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ ആയപ്പം വേറൊരു സാറ് എന്നെ പറഞ്ഞത് ഓവൻ മേടിച്ച് അതിനകത്തോട്ടൊന്ന് വെച്ച് ചെറിയ ചൂടോടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഒരു ഓവൻ മേടിക്കണം, എന്തായാലും വെള്ളം കുടിക്കണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം കുടിപ്പിച്ച് പിന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു 10,700 പ്രോഡക്റ്റ് മേടിക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ 10,700 പ്രോഡക്റ്റ് മേടിച്ച് അതൊക്കെ കിടത്തി. അപ്പം നേരത്തെ ആക്കിയെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ഒന്ന് ഇരുത്താനും കിടത്താനും എല്ലാം ഒരാൾ വേണം, ഞാൻ തന്നെ വേണം. അപ്പൊ കിടത്തിയാല് അതേ കിടപ്പ് പിറ്റേന്ന് നേരം വെളുക്കണം ഞാൻ എഴുന്നേൽപ്പിക്കണം. ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുകയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയും അങ്ങനെ ചെറിയ ചെറിയ റിസൾട്ട് വരുന്നുണ്ട്. നല്ല റിസൾട്ട് വരണമെങ്കിൽ ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിന്റെ മരുന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 38 കോടി വേണമെന്നാ പറയുന്നത്. 18 കോടി ഇടയ്ക്ക് ഈ മസ്കുലർ അസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ച് പറയുന്നത്. അതിന്റെ ജീവൻ രക്ഷിക്കാൻ കൊച്ചു പിള്ളേരുടെയൊക്കെ വന്ന് ഇതിലങ്ങനെ വരണമെന്ന് പറയുന്നത്. പിന്നെ എന്തായാലും ഇങ്ങനെ വലിയ റിസൾട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ റിസൾട്ട് കാണുന്നുണ്ട്. വലിയ റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു സാർ. താങ്ക് യു. താങ്ക് യു മാഡം. മാഡം, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ മാഡം? നമ്മള് ഇപ്പോ ഈ നമ്മുടെ കമ്പനി ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഇറക്കിയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ മാഡം? പിന്നെ അത് നമ്മളാ ജ്യൂസ് കൊടുത്തോണ്ട് ജ്യൂസ് നമ്മുടെ ആ അൾട്രാബറി അതാദ്യം മേടിച്ചു. അത് മേടിച്ചപ്പോ ലൂസ് മോഷൻ പോലെ രാവിലെ ഒരു കുഴപ്പമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേറെ സാർ ഇതിനകത്ത് പറഞ്ഞായിരുന്നു മോർ പവർ എന്ന് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ മോർ പവർ മേടിച്ച് ഒരു കോഴ്സ് തീർന്ന് രണ്ടാമത്തെ കോഴ്സ് വന്ന് അടുത്ത ഒരു കുപ്പിയും തീരാറായി. മോർ പവർ കൊടുക്കും. വളരെ നല്ലതാണ് മാഡം. അതായത് ഞാൻ ചോദിക്കാൻ കാരണം നമ്മളെ ചില അസുഖങ്ങൾക്ക് നമ്മൾ ഇത് മാത്രം യൂസ് ചെയ്താൽ പോരാന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. അതായത് ഫുഡ് സപ്ലിമെന്റ് ആണെങ്കിലും നമ്മൾ ഇത് അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. അതായത് ഈ ശരീരം അനങ്ങാതെ കിടക്കുന്ന വ്യക്തികളൊക്കെ ഇതൊരു 5 മില്ലിമെന്ന് ഈ നമ്മ പറയുന്ന ഈ അൾട്രാബെറിയിൽ 5 മില്ലിമെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കമ്പനി പറയുന്നത് 30 ml ആണ് പറയുന്നത്. പക്ഷെ 30 ml കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഴുന്നേറ്റ് നടക്കുന്ന ആളുകളൊക്കെയാണ്, മനസ്സിലായിട്ടില്ല. അല്ലാത്തവരൊക്കെ വളരെ ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ്, യൂസേജ് ആണ്, ഡോസേജ് അല്ല. എങ്കിലും അത് നമ്മുടെ ബോഡിക്ക് താങ്ങാവുന്ന രീതിയിൽ കഴിച്ചു തുടങ്ങി ശരീരത്തിനകത്ത് ഇത് നമുക്ക് 30 മില്ലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് നിനക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വളരെ സന്തോഷം. ഇങ്ങനെയൊക്കെയുള്ള അസുഖം ഇന്ന് ലോകത്ത് മരുന്ന് കണ്ടുപിടിക്കാത്ത ചില അസുഖങ്ങൾക്കൊക്കെ നമ്മുടെ ഈ പ്രോഡക്റ്റ് ആശ്വാസകരമാകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് എത്തിച്ചു കൊടുക്കുന്ന ആളുകള് ദൈവത്തിന്റെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം എന്ന സംഭവം നമ്മളിലേക്ക് എത്തിക്കിട്ടും, നമുക്കത് കിട്ടും. നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷം മാഡം. ആ പറയുന്ന വ്യക്തിയുടെ അസുഖം ഈശ്വരൻ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പിക്ചറിലോട്ട് പറയുന്നു. ഓക്കെ, അടുത്ത ആൾക്ക് നമസ്കാരം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും മടിച്ചിരിക്കണേ എന്തിനാന്നാ ചിന്തിക്കുന്നത്. ഞാൻ ആരെങ്കിലും പറയട്ടെ പെട്ടെന്ന് വെയിറ്റ് ചെയ്തു, പക്ഷെ പറയാതെ വയ്യ. എന്തായാലും ഞാൻ ഈ ബയോട്ടോടെ ബിസിനസ് ഏറ്റെടുത്തിട്ട് 1 വർഷമായി. എൻ്റെ പേര് സഫി അബ്ബാസ്. പെഴക്കാപ്പള്ളി മൂവാറ്റുപുഴയിലാണ് എൻ്റെ സ്ഥലം. ഞാൻ പലപ്പോഴും എല്ലാ റിസൾട്ട് പറയാറുള്ള ഒരാളാണ്. എങ്കിലും ഒരു അടുത്തിടെ ഉണ്ടായ റിസൾട്ട് ഞാൻ പറയാം. ഞങ്ങളുടെ ഉമ്മാക്ക് കാലില്
ഷുഗർ ഉള്ള ആളാണ്, നമ്മുടെ പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ ഈ ഷുഗറിന്റെ അഭാവം മൂലം കാലുകളിലേക്ക് ചില സമയത്ത് ഇൻഫെക്ഷൻ ഇറങ്ങാറുണ്ട്. അപ്പൊ വലത് കാലിന്റെ ഭയങ്കര നീരും കാലിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു തടിപ്പ് പോലെ കണ്ടു. അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുമ്പോ ഡോക്ടർമാര് ദൈവമൊന്നും അല്ലല്ലോ, അവര് പറഞ്ഞു ഇത് വെരിക്കോസ് വെയിന്റെ ആരംഭമാണ്, ഇത് പിന്നെ മരുന്നുകൾ തൽക്കാലം പുറമെ പുരട്ടിയ വേദനയ്ക്ക് ആശ്വാസം തരാം, അതിന് ടാബ്ലറ്റും തരാന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ കുറഞ്ഞില്ല. പിന്നെയും ഭയങ്കര വേദനയും ഭയങ്കര കളറൊക്കെ ഇങ്ങനെ എന്താ പറയാ പൊട്ടുന്ന രീതിയിലുള്ള ഒരു ചുമന്ന നിറവും ഒക്കെ ആയിട്ട് അങ്ങനെ 2-3 ദിവസം കഴിച്ചു. അപ്പോഴൊക്കെ ഞങ്ങള് ഈ ബെൽറ്റ്, നമ്മുടെ ബാറ്റൻ എനർജി ബാറിന്റെ ബെൽറ്റ് എടുത്ത് കാലെ കെട്ടിക്കൊടുത്തു. അങ്ങനെ ഇരുന്നിട്ടും വേദന അങ്ങോട്ട് കുറയുന്നില്ല, നീരും ചെറുതായിട്ടൊന്ന് ചൊട്ടി വരുന്നുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങളൊന്ന് സർജനെ കാണിക്കാം, ഈ മുഴയുള്ളത് കൊണ്ട് സർജനെ കാണിക്കാറ്. സർജനെ കാണിച്ചപ്പോ പറഞ്ഞു ഇത് എക്സ്റേ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തോണ്ട് വന്നപ്പോ പറഞ്ഞു ഇത് വാതപ്പുരു, അതായത് ഈ പഴുത്ത് പൊട്ടുന്ന മോനെ വെച്ചിട്ട് പഴുക്കുന്ന ഒരു തരം സംഭവം ഉണ്ടല്ലോ, വാതപ്പുരുവാണെന്ന് പറഞ്ഞു. ഇത് കീറണം തൽക്കാലം ഇന്ന് അത് സർജറി ദിവസം ചൊവ്വാഴ്ചയാണ്, അന്നേരം വാന്നും പറഞ്ഞു വിട്ടു. പക്ഷെ ഞങ്ങൾ പോവാൻ നിന്നില്ല. ഞങ്ങൾ ഈ സ്ഥിരമായിട്ട് ഈ വെള്ളം ഒഴിച്ച് കഴുകുകയും ഈ എനർജി പാഡ് ചുറ്റുകയും ചെയ്തപ്പോഴത്തേക്കും അത് ആ മുഴ അങ്ങ് ചുരുങ്ങി പോവുകയും വേദന ഓരോ ദിവസം തന്നെ കുറഞ്ഞു വരികയും ചെയ്തു. അത് ഭയങ്കര റിസൾട്ട് ആയപ്പോഴത്തേ ഇന്നും കൂടെ ഇപ്പൊ ഉമ്മ പറയുമായിരുന്നു എല്ലാവരും എന്ത് നല്ല റിസൾട്ടുകളാണ് പറയണത്. പ്രോപ്പർ ആക്കുകയും അതുപോലെ ഓക്സിജൻ ലെവൽ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ ഇന്നറിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ഈ വാട്ടർ, അതായത് ഈ പവർ വാട്ടർ എന്നല്ല അവർ പറയുന്നത്, ഞങ്ങൾ കൊടുക്കുന്ന ആൾക്കാരൊക്കെ പറയും ഇതൊരു പവർ വാട്ടർ ആണല്ലോ എന്ന് പറയും. ഈ വാട്ടർ കുടിക്കുന്നതോടെ നമ്മളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ താങ്ക് യു സലീമുക്ക, താങ്ക് യു ഓൾ. താങ്ക് യു മാഡം. അതായത് കണ്ടോ, പ്രായമുള്ള ആളുകളെ, അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഈ ടോക്സിൻ എവിടെയെങ്കിലൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിലൂടെ പുറത്തേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന സംഭവമാണ് ഈ മുഴ എന്ന് പറയുന്നത്. ഈ സംഭവം അവിടെ ഓക്സിജനേറ്റ് വാട്ടർ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ക്ലീൻ ചെയ്ത് ആ മുഴനെ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രക്രിയ കൂടി നമ്മുടെ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ സ്കിന്നിന്മേലെ ഇലാസ്റ്റിനും കൊളാജനും ഒക്കെ നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോൾ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ 1 കൊല്ലോ 10 കൊല്ലോ പറഞ്ഞാൽ തീരൂല. മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് സൺഡേ അവധി ദിവസമാണ്, ഒരാഴ്ച തുടങ്ങുന്ന ദിവസമാണ്, ആരംഭമാണ്. ഒരാഴ്ചയിലത്തെ ആദ്യത്തെ ദിവസം സൺഡേ ആണ് കേട്ടോ, അവസാനത്തെ ദിവസമല്ല സൺഡേ. പക്ഷെ നമ്മളിപ്പോഴും പലരും വിചാരിക്കുന്ന അവസാനത്തെ ദിവസമാണ് സൺഡേ എന്നാണ്. സൺഡേ മൺഡേ എന്ന് പറഞ്ഞാൽ തുടങ്ങാം. അപ്പോൾ ഒരു ആരംഭമാണ് ഇന്ന്. അപ്പോൾ ആരംഭ ദിവസം തന്നെ നമ്മളിവിടെ റിസൾട്ടാണ് ഷെയർ ചെയ്യുന്നത് രാവിലെ 6 മണിക്ക്. അപ്പൊ എന്തായാലും ഒത്തിരി പേര് പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നന്ദി, വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം റിസൾട്ട് പറഞ്ഞവർക്ക് അതിനേക്കാൾ ഏറെ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ പറയാനുള്ളതാണ്. അത് പറയാൻ അവസരങ്ങളും വേദികളും കിട്ടുമ്പോൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. ഈ റിസൾട്ട് കിട്ടിയവർ പറയാൻ ഒരു കാരണവശാലും മടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞത് കേൾക്കാത്ത ഒത്തിരി ആളുകൾ ഉണ്ടാകാം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്നാലും കുറച്ചു നേരം മാറി നിൽക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക, പുതിയ ആളുകൾ കടന്നു വരിക. ഇവിടെ ആരുമില്ല പുറത്ത്, നമ്മളൊരു ഫാമിലി, കുടുംബ കൂട്ടായ്മയാണത്. വയട്ടോറിയത്തിനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, റിസൾട്ട് കിട്ടിയ ഒരു കുടുംബ കൂട്ടായ്മയാണ്. അപ്പം നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ പലരും വന്ന് വളരെ നിഷ്കളങ്കമായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ആ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു വേദിയാക്കിയിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ പറയാനുള്ള വേദികൾ അപൂർവമാണ് കിട്ടുന്നത്. അപ്പൊ ഈ കിട്ടുന്ന വേദികൾ നമുക്കത് ഉപയോഗിക്കാം. കാരണം മറ്റുള്ളവർക്ക് അത് നല്ലൊരു അറിവായിരിക്കും, പുതുതായിട്ട് ഇതിനകത്തേക്ക് വന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് കേൾക്കുന്ന ആളുകൾക്ക്, എല്ലാത്തിനും നമുക്കറിയാം A to Z പ്രോബ്ലംസിന് നമ്മുടെ ബയോട്ടോറിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. വെരിക്കോസ് മുതൽ അങ്ങോട്ട്, അതുപോലെ തന്നെ മൈഗ്രെയിൻ മുതൽ ഇങ്ങോട്ട്, ഇല്ലേ? എത്ര റിസൾട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോതരം റിസൾട്ടുകളാണ്. ഇപ്പൊ ഇവിടെ നിന്ന് പലരും പല റിസൾട്ടുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഞാൻ റിസൾട്ടിലേക്കൊന്നും പോകുന്നില്ല. നിരവധി റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആസ്മ, അല്ലേ? ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ആസ്മക്ക് റിസൾട്ട് കിട്ടിയോ? ആസ്മക്കൊക്കെ നിരവധി റിസൾട്ടുകളുണ്ട്. ശ്വാസം മുട്ടൽ, അലർജി പ്രോബ്ലം, അതുപോലെ തന്നെ മലബന്ധം, ഇതിനൊക്കെ തന്നെ അപാരമായ റിസൾട്ട്. ഏതിനാ റിസൾട്ട് കിട്ടാത്തതെന്ന് ചോദിക്കുക. അതിൽ അപസ്മാരത്തിന് ഫിക്സ് വരുന്നതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ മോർ പവറും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒന്നും കൂടി
കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പുനർജന്മം തന്നെയാണ് ബയോടോറിയത്തിലൂടെ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ ഇത് കേട്ടപാട് ആരും തന്നെ വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്നത്. അതിനെ നെഗറ്റീവായിട്ട് കണക്കാക്കണ്ട, പോസിറ്റീവായിട്ട് കണക്കാക്കിയാൽ മതി. മനസ്സിലായ? ഇത് കേട്ടവരുടെ ആരും വിശ്വസിക്കണ്ട. അതൊരു പോസിറ്റീവായിട്ട് കാണുക. നമ്മൾ എല്ലാവരും ഇത് വാങ്ങാൻ തുടങ്ങിയാൽ പിന്നെ രക്ഷയുണ്ടാവും അല്ലേ? കുറച്ച് അനുഭവിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങളെന്ത് ഇതിന്റെ പ്രചാരകരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം പോകുമ്പോൾ മുല്ലക്കോയ തങ്ങളെ ഇപ്പൊ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചത് നിങ്ങളുടെ അടുത്ത്, നിങ്ങളിപ്പോ എന്താ പരിപാടി? ഞാൻ ബയോട്ടോറിയം തന്നെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ രാജകുമാരനായിട്ട് നിങ്ങളെ മാറ്റി കൂടി വരും. മനസ്സിലായ? അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച ആളുകൾ വരും. ഇപ്പം പലരും കളിയാക്കിയ ആളുകൾ പലർക്കും റിസൾട്ട് കിട്ടിയപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വരും. അത് പ്രകൃതി നിയമമാണ്. കാരണം നമ്മൾ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് കിട്ടണം. ഒറ്റ കാര്യമുള്ളൂ, കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. വാങ്ങി വെച്ച് പെട്ടിയിൽ വെച്ചോ കിടക്കയിൽ വിരിച്ചതിനെ കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല. ഇത് കയ്യിൽ പരമാവധി സമയങ്ങളിൽ കെട്ടണം. അതേപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. പച്ചവെള്ളം കുടിക്കുന്നതിനെ കൊണ്ട് ഒരു ജീവിയും ലോകത്ത് മരിച്ചിട്ടില്ല കേട്ടോ, പച്ചവെള്ളം കുടിച്ചിട്ട്. എല്ലാ ജീവികളും പച്ചവെള്ളം തന്നെയാണ് കുടിക്കുന്നത് അല്ലേ? കാട്ടിലെ എല്ലാ ജീവികളും വെള്ളം ചൂടാക്കിയിട്ടാണോ കുടിക്കുന്നത്? പച്ചവെള്ളം തന്നെയാണ് കുടിക്കുന്നത്. നമ്മളും കുറെ കാലം പച്ചവെള്ളം തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഒരു കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നമുള്ള വെള്ളമാണെങ്കിൽ മാത്രം, അത്രയും മലിനജലമാണെങ്കിൽ മാത്രമാണ് നമുക്ക് മഞ്ഞപ്പിത്തമൊക്കെ വരുള്ളൂ. നമ്മൾ മാഗ്നറ്റൈസ്ഡ് ചെയ്യുമ്പോൾ ആ വെള്ളം ആന്റി ഓക്സിഡന്റ് ആയിട്ട് മാറും. മനസ്സിലായ? അതുകൊണ്ട് പച്ചവെള്ളം കുടിക്കാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനും എത്രയോ വർഷം ചൂടുവെള്ളം കുടിച്ച ആളാണ്. പക്ഷേ ഇത് വന്നതിന് ശേഷം ഞാൻ എൻ്റെ കിണറിലെ വെള്ളമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. വാട്ടർ പ്യൂരിഫയറിൽ കൂടെ വരുന്ന വെള്ളം എടുത്തിട്ട് നിറച്ചിട്ടാണ് കുടിക്കുന്നത്. ഒരു രോഗവും ഇപ്പോൾ ഇല്ല. 22 വർഷം BP-ക്ക് മരുന്ന് കഴിച്ച, അതുപോലെ ഷുഗർ ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, SGPT ലിവർ പ്രോബ്ലം ഉണ്ട്, കൂടുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതൊക്കെ നോർമലായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കാതെ റിസൾട്ട് വരില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം അത് എല്ലാവരും നമ്മൾ പറയണം ആളുകളോട്. വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ റിസൾട്ട് കുറയും. വെള്ളം എന്ന് പറഞ്ഞാൽ അമൃതാണ്. വെള്ളം നിങ്ങളുടെ മുറിവുള്ളെടുത്ത് കഴുകാനും അതുപോലെ തന്നെ തലയിലൂടെ ഒഴിക്കാനും കുളിക്കാനും എല്ലാത്തിനും പക്ഷി മൃഗാദികൾക്കും ചെടികൾക്കും ഒക്കെ നിങ്ങൾ ഈ വെള്ളം കൊടുത്തു നോക്കും. അതിന് 20 ലിറ്റർ ജാറിന് ചുറ്റാൻ പറ്റുന്ന 2000 രൂപയുള്ളൂ. ഇതിന് 2 എണ്ണം കിട്ടും. മനസ്സിലായ? ഈ 2 എണ്ണം വാങ്ങിയിട്ട് വലിയൊരു ബക്കറ്റ് വാങ്ങുക, എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം നിറച്ചു വെക്കൂ. മനസ്സിലായില്ലേ? എന്നിട്ട് അത് അവിടെ റാപ്പ് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം എടുത്ത് നിങ്ങൾ കുളിക്കൂ. മനസ്സിലായ? പക്ഷികൾക്കും പട്ടികൾക്കും പശുവിനും പോത്തിനും എരുമക്കും ഒക്കെ കൊടുക്കൂ, ആടിനൊക്കെ കൊടുക്കൂ. ആ വെള്ളം വേറെ ലെവലിലേക്ക് അതിന്റെ എനർജി മാറും കേട്ടോ. ആകെ 2000 രൂപയുടെ ചിലവാണ്. 2 ബക്കറ്റും വാങ്ങിക്കുക കേട്ടോ. അതിനകത്ത് വെള്ളം നിറച്ചു വെക്കും. എന്നിട്ട് അതിനകത്ത് വെള്ളം കോരി കൊണ്ടുപോയിട്ട് കൊടുക്കൂ. എന്ത് റിസൾട്ട് കിട്ടുന്ന നമ്മൾ ചിന്തിക്കാത്ത റിസൾട്ടാണ് കിട്ടുക. ആന്റി ഏജിങ് പ്രോസസ്സ് നടക്കും. ഇത് റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മുടെ ഏജ് കുറഞ്ഞു വരും. ത്വക്കൊക്കെ നല്ല ബ്യൂട്ടി ആയിക്കൊണ്ടിരിക്കും അല്ലേ? പ്രായം കുറഞ്ഞു വരും. ഒന്നും കൂടി ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികളും ആകും നമ്മൾ. അതോടൊപ്പം നമ്മളെ മോർപ്പവറും അൾട്രാവറി ജ്യൂസും കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വേറെ ലെവലിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. അത്രയും നല്ല മിറാക്കിൾ പ്രൊഡക്ട്സ് ആണ് ഈ 3 പ്രൊഡക്ട്സും. അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എല്ലാം തന്നെ മാറി 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 നമ്മളൊരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ സുപ്രഭാതത്തിൽ പറയാനുള്ളത്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, മായം കെമിക്കൽസ്, അതോടൊപ്പം തന്നെ റേഡിയേഷൻ, പൊല്യൂഷൻ ഇല്ലേ? ഇതിന്റെ ഇടയിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇതിനൊന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം വികസിച്ച് വരുന്നതിനനുസരിച്ച് പൊല്യൂഷൻ ഉണ്ടാവും, റേഡിയേഷൻ ഉണ്ടാവും, കെമിക്കൽസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുള്ള പ്രതിവിധി എന്നുള്ള നിലയിലാണ് ഭാഗ്യവാന്മാരായ നമ്മളിലേക്ക് ഈശ്വര ചൈതന്യം നിറഞ്ഞുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഇതിന്റെ ചൈതന്യവും ഗുണവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും എന്ത് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, കുറ്റപ്പെടുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ, പുച്ഛിക്കുന്നവർ പുച്ഛിച്ചോട്ടെ. അത് അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മുടെ ഡ്യൂട്ടി ഇത് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇതെല്ലാവരും പറയാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് രാത്രി, ഇന്ന് സൺഡേ ആണ്, നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ ഒരു BOP എല്ലാ സൺഡേയിലും ഉണ്ടാവും. ഓരോരുത്തരും ഇതിനകത്ത് പങ്കെടുക്കുകയും ഒരു പുതിയ വ്യക്തിയെ നിങ്ങൾ ഇതിനകത്തേക്ക് വിളിക്കുകയും ചെയ്താൽ അവർക്ക് വലിയൊരു അറിവ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അവർക്ക് നിങ്ങളെല്ലാം വന്നത് എങ്ങനെയാണ്, ഇതിനെ കേട്ടിട്ടില്ലേ ഒന്ന്. അതുപോലെ നമുക്ക് കിട്ടിയ അവസ്ഥ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യൂ, ഒറ്റൊരാളെ. ഈ 178 പേരിൽ 350 പേര് എന്തായാലും രാത്രി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നാളെ രാവിലെ നമുക്ക് കാണുകയും ചെയ്യാം. എന്റെ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കൂടുതൽ ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ആത്മപരിശോധന നമ്മൾ നടത്തണം. അപ്പോൾ എല്ലാ സൺഡേസിലും നമ്മൾ ഈ കമ്പനിയുടെ പ്രൊഫൈല്, കമ്പനിയുടെ പ്രൊഡക്റ്റ്, കമ്പനിയുടെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതികൾ, ഇതോടൊപ്പം ഈ നന്മ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തേടി ഇല്ലേ
വലിയൊരു എന്താ പറയാ ബ്ലെസ്സിങ്സ് ഇങ്ങോട്ട് വരുന്നുള്ളതാണ്. അത് പണത്തിന്റെ രൂപത്തിൽ വരും. നിങ്ങൾ പണത്തിന്റെ പുറകെ ഓടണ്ട, പണത്തിന് വേണ്ടി വർക്കും ചെയ്യണ്ട. ഈ നന്മകൾ നിങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഈ പ്രകൃതി തരും. അതിനൊറ്റ ഒരു സൂപ്പർ ഇൻകം പ്ലാൻ കൂടി കമ്പനീന്റെ ഭാഗമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് ആവേശത്തോടെ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തുക. ആരൊക്കെ പരിശ്രമിക്കുന്നുണ്ടോ അവർ ഇതിനകത്ത് വിജയിക്കും. ആരൊക്കെ പരിശ്രമിക്കുന്നുണ്ടോ അവർക്ക് വിജയിക്കാൻ പറ്റില്ല. അതാണ് എന്റെ തിയറി എന്ന് പറയുന്നത്. മനസ്സിലായ? അതുകൊണ്ട് ഇനിയെങ്കിലും ഉള്ള ദിവസം നമുക്ക് 2026 എന്ന വർഷം ഇല്ല, ആ പുതുവർഷം ഇവിടെ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇത് അടുത്തടുത്ത് എത്തിയിട്ടുണ്ട്. ആ 2026 നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാനസികമായിട്ട് ഉയരണം എന്നാണ് എനിക്ക് ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അതിന് പറ്റിയ രീതിയിൽ കമ്പനിയിൽ ഒത്തിരി ചേഞ്ചസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പ്ലാനുകളിൽ ഗുണപ്രദമായ രീതിയിൽ റീപർച്ചേസുകൾ, അതുപോലെ തന്നെ വേറെ ഒരു ഇൻകം കൂടെ 1-2 ഇൻകം കൂടെ നമുക്ക് സാറ് തരാൻ വേണ്ടി പോകുന്നു. അങ്ങനെ വലിയൊരു മാറ്റങ്ങൾ ബയോട്ടോറിയത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒന്നും കൂടി ഉണർന്ന് പ്രവർത്തിച്ച് ടീമിന് വേണ്ടുന്ന എനർജിയും ആവേശവും കോൺഫിഡൻസും ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ സുപ്രഭാതത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ആവേശത്തോടു കൂടി റിസൾട്ട് പറഞ്ഞ ഓരോ മഹാവ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും അവസരം കിട്ടുമ്പോൾ എല്ലാവരും റിസൾട്ടുകൾ ഷെയർ ചെയ്യുക എന്ന് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഞായറാഴ്ച എല്ലാവരും ഉപയോഗിക്കണം. കാരണം ഇന്ന് അവധി ദിവസമായതുകൊണ്ട് കൂടുതൽ ആളുകളെ നമുക്ക് വീടുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അറിയാത്ത വീടുകളിലേക്കും നിങ്ങളൊരു നേരത്തെ പറഞ്ഞ കണക്ക് കുര്യാക്കോസ് സാർ പറഞ്ഞ കണക്ക് ഒരു വെൽനസ് കോച്ച് എന്നുള്ള നിലയിൽ നമ്മുടെ കമ്പനിയുടെ ടാഗ് ഉണ്ടാവണം നിങ്ങളുടെ കഴുത്തിൽ. മനസ്സിലായ? ഒരു റെപ്രസെന്റേറ്റീവ്, ബയോട്ടോറിയത്തിന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ, ഒരു വെൽനസ് കോച്ച് എന്നുള്ള നിലയിൽ നമ്മളൊരു ഡയറിയും നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു കമ്പനിയുടെ ഒരു ID കാർഡും നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു വിസിറ്റിംഗ് കാർഡും ഉണ്ട്. നമ്മുടെ 2-3 പ്രൊഡക്റ്റിന്റെ സാമ്പിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് വീട്ടിലും ഏത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കും നിങ്ങൾക്ക് കയറി ചെല്ലാൻ വേണ്ടി സാധിക്കും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അവിടെ ചെന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഇൻഡസ്ട്രി, നമ്മുടെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയാത്ത ആളുകളിലേക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള മനോധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. വിജയത്തിന്റെ എവറസ്റ്റ് കൊടുമുടി നിങ്ങൾക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഒരു സംശയം വേണ്ട. അങ്ങനെ പുതിയ ആളുകളിലേക്ക്, പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇല്ലേ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറാനും സംസാരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ഇതിന്റെ വിജയശ്രീലാളിതരായിട്ട് മാറും. ഒരു സംശയം വേണ്ട. അങ്ങനെ വിസിറ്റിംഗ് കാർഡ് ഇല്ലാത്തവർ ഒരു വിസിറ്റിംഗ് കാർഡ് ഒന്നും വലിയ കാശൊന്നും വരത്തില്ല. ഇതൊരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കൾ. ഇത് ആർക്കോ വേണ്ടി ചെയ്യല്ലേ. ഇതിനൊരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കുക. നിങ്ങൾ ഒരു തൊഴിൽ മേഖലയിലാണെങ്കിൽ തൊഴിൽ ചെയ്യുമ്പോൾ അതിനൊരു പ്രൊഫഷണലിസം ഉണ്ടാവും അല്ലെ. ഒരു അഡ്വക്കേറ്റ് ഇല്ലേ, ഒരു ഡോക്ടർ, എഞ്ചിനീയർ അല്ലെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഏത് പ്രൊഫഷനും ആയിക്കോട്ടെ. ഒരു സെയിൽസ് സ്റ്റാഫ് ആണെങ്കിൽ ഒരു സെയിൽസ് സ്റ്റാഫ് ഇപ്പൊ നമുക്കറിയാം, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെല്ലുമ്പോൾ അവർക്ക് ഒരു യൂണിഫോം ഉണ്ടാവും ഇല്ലേ. പഴയ പോലെ അല്ല ഇന്ന്. യൂണിഫോം ഉണ്ടാവും, ഒരു ID കാർഡ് ഉണ്ടാവും, കഴുത്തിൽ ടാഗ് ഉണ്ടാവും ഇല്ലേ, ഒരു സിസ്റ്റം ഉണ്ടാവും. അവരോട് ആളുകൾ വരുമ്പോൾ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കണം. എന്താ സാറേ വേണ്ടതെന്ന് ചോദിച്ചിട്ടില്ലേ. അതൊരു ട്രെയിനിങ് ആണത്. അതുപോലെ ആ ഒരു പ്രൊഫഷണലിസം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്കും ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കൊണ്ടുവരികയാണെങ്കിൽ അത്ഭുതം സൃഷ്ടിക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് തൻ്റെ അടുത്തോടെ പറയാൻ വേണ്ടി സാധിക്കണം. എന്താ ഇപ്പൊ പരിപാടി? ഞാൻ LIC ആണ്, ഞാൻ വേറെ ഈ ബയോട്ടോറിയം എന്നുള്ള ഒന്നും പറയില്ല. വേറെന്തോ ജോലി ചെയ്യുന്നതായിട്ടാണ് ആളുകളെ പരിചയപ്പെടുത്തുക ആളുകൾ ഇല്ലേ. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഞാനിപ്പം ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മനസ്സിലായ? ഞാനൊരു ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യാണ്. എന്താണ് ആ കമ്പനി, എന്താണ് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ അടുത്തോടെ പറയാൻ വേണ്ടി സാധിക്കണം ആളുകളുടെ മുമ്പിൽ. കാരണം ഇതൊരു പ്രൊഫഷനായിട്ട് ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അംഗീകരിച്ചു കഴിഞ്ഞ ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായ? ഞാൻ നേരത്തെ എപ്പോഴും പറയും പോലെ നിങ്ങളൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പോയാൽ അവിടെ നിങ്ങളുടെ ജോലി ചോദിക്കും ഇല്ലേ. പ്രൈവറ്റ് എംപ്ലോയി എന്നാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്ര ജോലിയൊന്നും ഇല്ലാത്ത ആൾ കൊടുക്കുക പ്രൈവറ്റ് എംപ്ലോയി അല്ലേ. ജോലിയില്ല, എന്താ കൊടുക്കണ്ടേ അവിടെ. അല്ലെങ്കിൽ കർഷകനാണ് കൃഷി എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തും കൊടുക്കും, പ്രൈവറ്റ് എംപ്ലോയി കൊടുക്കും. ഇപ്പോ അവിടെ നമുക്ക് ഡയറക്ട് സെല്ലർ എന്നുള്ള രീതിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ള അവസരം പോലും ബാങ്കുകളിൽ പോലും സംജാതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഇൻഡസ്ട്രിയുടെ പവർ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ആവേശത്തോടെ അഗ്നി പകരാൻ ആർക്കൊക്കെ സാധിക്കുമോ അവരെല്ലാം തന്നെ ഇതിനകത്ത് വിജയശ്രീലാളിതായിട്ട് മാറും. ഒരു സംശയവും വേണ്ട. കൂടുതൽ ആളുകളെ കാണട്ടെ. സീ മോർ പീപ്പിൾ. ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ആവേശത്തോടെ വിജയിക്കുന്നവരെ പോരാടാനുള്ള ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് ഉണ്ടാകണം. വിജയം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ആരൊക്കെ പോരാടുന്നവർക്കുള്ളതാണ് വിജയം. പോരാടുന്നതിൽ നിന്ന് പോരാട്ടത്തിൽ നിന്ന് പിന്മാറി ഓടിയവർ വിജയിച്ച ചരിത്രം ലോകത്തില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. പോരാടിക്കൊണ്ടിരിക്കണം. പോരാട്ടത്തിന്റെ അന്തിമ വിജയമാണ്
എന്ത് സക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ളതാണ് സക്സസ്, ഒരു സംശയവും വേണ്ട. ഈ സുപ്രഭാതത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്കുള്ളതാണ് സക്സസ്. ഒരു ദിവസം നിങ്ങളും ഇതിനകത്ത് വലിയ അച്ചീവറായിട്ട് മാറും, എനിക്ക് ഉറപ്പുണ്ട്. വിജയാശംസകളോടെ നിർത്തുന്നു.